മറ്റേ മീമില്ലേ, മറ്റേ ഡെക്സ്റ്ററിലെ ഡോഗ്സിൻ്റെ ഇങ്ങനെ കാറിലിരുന്നിട്ടേ ഐ നോ സംതിങ് ഈസ് ഗോയിങ് ഓൺ ബട്ട് ഐ കനോട്ട് പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവമില്ലേ, അതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അമേരിക്കയിലും ഈ എപ്സ്റ്റീൻ്റെ കുറേ ഇമെയിൽസിൻ്റെ കാര്യത്തിലും മൊത്തത്തിൽ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, കഴിഞ്ഞ ഒരാഴ്ച മാത്രം നടന്നിട്ടുള്ള, ഞാൻ അന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഭയങ്കര ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ യുദ്ധം വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഇതിനൊന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ഈ എപ്സ്റ്റീൻ്റെ ന്യൂസ് സൈക്കിള് ഇവിടുന്ന് പോകാൻ, ഈ ഒരു നെറേറ്റീവ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ചില സൂചനകൾ നമുക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ MBS നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടല്ലോ, സൗദിയിലെ പുള്ളി, ഈ കഴിഞ്ഞ ആഴ്ച അമേരിക്ക വിസിറ്റ് ചെയ്ത് ട്രംപിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് എനിക്ക് എബ്രഹാം അക്കോർഡ്സിലൊക്കെ കയറണം, സൗദി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഗെറ്റ് ഇൻ ടു എബ്രഹാം അക്കോർഡ്സ് എന്ന് പുള്ളി പറഞ്ഞു. അത് പോട്ടെ, അതിപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഇവർക്കും ഇസ്രായേലിൻ്റെ കൂടെ ആവണം, മറ്റേ ഈ ബാക്കിയുള്ളവരിനൊക്കെ ഒഴിവാക്കിയിട്ട് ഇവരുടെ UAE പോലെ സൗദിക്കും എബ്രഹാം അക്കോർഡ്സിൽ കയറണം എന്ന് പറയുന്ന ഒരു സംഭവം. അത് പോട്ടെ, അവിടെ 600 ബില്യൺ ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ പുള്ളി എല്ലാവരും മുന്നിൽ വെച്ചിട്ട് 600 ബില്യണാണ്, ഞാൻ വേണമെങ്കിൽ 1 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ. $1 ട്രില്യൺ ഞാൻ 600 നമുക്ക് റൗണ്ട് ആക്കിയിട്ട് 1 ട്രില്യൺ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളയാം അമേരിക്കയിൽ. അപ്പോൾ ട്രംപൊക്കെ ഫുൾ ദാറ്റ് ഈസ് എ ഗുഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഫുൾ തമാശയൊക്കെ പറഞ്ഞ് MBS ആയിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്സ്റ്റീൻ്റെ മാൻഹട്ടനിലുള്ള അവരുടെ ഒരു ടൗൺ ഹൗസ് പോലീസ് FBI റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറേ സെലിബ്രിറ്റീസിൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ട്. മറ്റേ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു $1 നോട്ടിൽ ഐ വാസ് റോങ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത ഒരു ഫ്രെയിം ചെയ്ത ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ബിൽ ക്ലിൻ്റൺ ഡ്രസ്സ്, ഒരു ലേഡീൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പെയിൻറ്റിംഗ് ആണിത്, വേറൊരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അതിൻ്റെ കൂടെ ഈ MBSൻ്റെ ഒരു ഫോട്ടോ കൂടി കിട്ടിയിട്ടുണ്ട്. എപ്സ്റ്റീൻ്റെ വീട്ടിൽ MBSൻ്റെ ഫോട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നു, ഇൻ്റർനെറ്റ് ഡൗണായി. ക്ലൗഡ്ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ അവരുടെ ഈ സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്ക് മറ്റേതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ കുറേ വെബ്സൈറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇൻ്റർനെറ്റ് ഡൗണായി. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അമേരിക്കൻ കോൺഗ്രസ്സിൽ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ടിന് വേണ്ടിയിട്ട് അവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ജോയിൻ ചെയ്ത കോൺഗ്രസ്സിലാണ് ഇതൊക്കെ ആ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതും കൂടെ ആലോചിക്കണം. ഇൻ്റർനെറ്റ് ഡൗണായി, എക്സ് പോയി, ലിങ്ക്ഡിനോ, അങ്ങനെ കുറേ വെബ്സൈറ്റ്സ് ഡൗൺ ആയിരുന്നു കുറേ സമയത്ത്. മനസ്സിലാകുന്നുണ്ട്? അതായത് എനിക്ക് തോന്നുന്നത് ദീസ് പീപ്പിൾ വിൽ ബ്രിങ് ഡൗൺ ദ ഹോൾ വേൾഡ്. ഈ ലോകം നശിപ്പിക്കും ഈ സാധനം പുറത്തു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ എപ്സ്റ്റീൻ്റെ അതിപ്പോൾ ഈ എപ്സ്റ്റീൻ ലിസ്റ്റ് ആയിക്കോട്ടെ, ക്ലയൻറ്റ് ലിസ്റ്റ് ആയിക്കോട്ടെ, ഇമെയിൽസ് പുറത്ത് വന്നു, മാരക ഇമെയിൽസ് ഉണ്ടാവുമല്ലോ, അതായിക്കോട്ടെ, ഇൻട്രോഗേഷൻ ആയിക്കോട്ടെ, പുള്ളിനൊക്കെ ഈ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ മെയിൻ ആൾ, പുള്ളിയുടെ പിമ്പ് പോലെ അല്ലെങ്കിൽ പുള്ളിയുടെ ഗേൾഫ്രണ്ട് പോലെയുള്ള ആൾ ഇപ്പോഴും ജീവനോടെയുണ്ട്, സുഖമായിട്ട് ടെക്സസിലെ ഒരു ജയിലിൽ കിടക്കുന്നുണ്ട്. ട്രംപ് പാർഡൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഗിസ്ലെയിനോ, ചിലർ ഗിസ്ലെയിൻ എന്ന് പറയുന്നുണ്ട്, ചിലർ ജിസ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ, അയാളാണിത്. ഗിസ്ലെയിൻ മാക്സ്വെൽ ടെക്സസിൽ ജയിലിൽ കിടക്കുന്നത്. കഴിഞ്ഞ മാസം വരെ ട്രംപ് ഗിസ്ലെയിനെ പാർഡൻ ചെയ്യുക പറഞ്ഞാൽ അമേരിക്കയിലൊരു സംഭവമുണ്ട്. ഈ പ്രസിഡൻറ്റിന് കുറ്റം ചെയ്ത ഒരാളിനെ, ഇപ്പോൾ എന്ത് കുറ്റമായിക്കോട്ടെ, കുറ്റം ചെയ്ത ഒരാൾ ജയിലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഫ്രീ ആക്കാനുള്ളൊരു അൾട്ടിമേറ്റ് പവർ പ്രസിഡൻറ്റിനുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഗിസ്ലെയിനെ വെറുതെ വിടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതൊന്നും പുറത്ത് വരാൻ ഒരു സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊരു സംഭവം, അമേരിക്കയിൽ ഡിയർബോൺ എന്ന് പറഞ്ഞിട്ടുള്ള, മിഷിഗനിലെ ഡിയർബോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു സിവിൽ വാർ പോലെ, അല്ലെങ്കിൽ ഒരു കലാപം പോലെ ക്രിസ്ത്യൻസും
മുസ്ലിംസും കൂടി ഒരു അടി ഉണ്ടാക്കാൻ ഉള്ള ഒരു കാര്യമൊക്കെ ജെയ്ക്ക് ലാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായുണ്ട്. പുള്ളി മറ്റേ ക്യാപിറ്റൽ റൈറ്റ് നടന്നില്ല, മറ്റേ ഈ ട്രംപിൻ്റെ ആൾക്കാർ ക്യാപിറ്റൽ മറ്റേ ആ ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള വാഷിങ്ടണിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കയറി ജനുവരി 6th ഒരു ഇവൻ്റ് എന്നൊക്കെ പറയില്ലേ, അത് പോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന ആളാണ്. പിന്നെ ട്രംപ് ഇതുപോലെ പാർഡൺ ചെയ്തിട്ടാണ് ഇയാൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ ഒരു ക്രിസ്ത്യൻ ആളാണ്, എനിക്കിവിടെ വേറെ മതങ്ങളൊന്നും വരുന്ന ഇഷ്ടമല്ല, ഞാൻ ഖുറാനെ കത്തിക്കാൻ പോവാണ്, അതുപോലെ ഖുറാൻ എടുത്തിട്ട് മറ്റേ ബേക്കൺ ഉണ്ടല്ലോ, പന്നിയുടെ ബേക്കൺ, അതെടുത്തിട്ട് അതിലടിക്കുക. അപ്പോൾ അങ്ങനെ പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആൾക്കാർ ജസ്റ്റ് ഈ ജെയ്ക്ക് ലാങ്ങിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയപ്പോൾ ഈസ് നോട്ട് ഈവൻ ക്രിസ്ത്യൻ, ഈസ് എ ജ്യൂ. അയാൾ തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഹിസ് സിസ്റ്റർ ഈസ് വർക്കിംഗ് ഇൻ IDF എന്ന്. IDFിലാണ് ഇയാളുടെ പെങ്ങൾ വർക്ക് ചെയ്യുന്നത്. വെയിലിംഗ് വാളിൽ കിസ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ട് ഇയാളുടെ. ഇയാൾ ആക്ച്വലി ഈസ് എ ജ്യൂ ബട്ട് ആക്ടിങ് ആസ് എ ക്രിസ്ത്യൻ. ആ ഒരു മൊത്തം സംഭവം മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിനെ മൊത്തം സ്റ്റോപ്പ് ചെയ്യുക, ഇതൊക്കെ ഒരു വാണിംഗ് പോലത്തെ ഒരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് പുറമേ കാണുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇവന്മാർ ചരടുവലി അല്ലെങ്കിൽ അടി കൂടെ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, എത്ര പേര് പേടിപ്പിക്കുന്നുണ്ടാവും, എത്ര പേരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവും, ഒരു പീടിയില്ല. ഇൻ്റർനെറ്റ് മുഴുവൻ നിർത്തിയിരിക്കുക. ഈ വോട്ട് ചെയ്യണ സമയത്ത് കോൺഗ്രസ് അവിടെ വോട്ട് ചെയ്യണം, ട്രാൻസ്പെറൻസി ആക്ട്, ഈ എപ്സ്റ്റീൻ്റെ എല്ലാ സാധനവും പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ അവിടെ നമ്മുടെ പാർലമെൻറ്റ് പോലത്തെ സ്ഥലത്ത് അവർ വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പുറത്ത് ഇൻ്റർനെറ്റ് ഫുള്ള് കളഞ്ഞിരിക്കുക. അതിൻ്റെ അടുത്ത ദിവസം അവിടെ വേറൊരു സ്ഥലത്ത് കലാപ് ഉണ്ടാക്കാൻ നോക്കിയിരിക്കുക, ക്രിസ്ത്യൻസ് വേഴ്സസ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ MBS വന്നിട്ട് മറ്റേ ഞാൻ വേണമെങ്കിൽ $1 trillion തരാമെന്നൊക്കെ. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പക്ഷേ ഹീസ് ഓൾസോ കണക്റ്റഡ് ആൻഡ് ഹിസ് ഫോട്ടോ വാസ് ദർ ഇൻ എപ്സ്റ്റീൻസ് ടൗൺ ഹൗസ് ഇൻ മാൻഹാട്ടൻ. അപ്പം നമ്മളിതൊക്കെ കൂടി ഇങ്ങനെ ചേർത്തി വായിക്കുമ്പോൾ, പിന്നെ റൊണാൾഡോ വന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് ഹൗസിൽ, അത് വേറെ കാര്യം, അവിടെ കിട്ടെ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇത് നടക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ മറ്റേ മീം തന്നെ നമ്മളെത്തും. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഇത് പുറത്ത് വിടരുത് എന്ന്, അല്ലെങ്കിൽ ഇത് പുറത്ത് വിട്ടാൽ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ള അവരുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ഇതൊക്കെ ഒരു വാർണിംഗ് പോലെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സിഗ്നൽ പോലെ, ഇത് മര്യാദയ്ക്ക് ചെയ്താൽ നിങ്ങൾ പെട്ടു, ആ ഒരു സംഭവമാണ് ഇത് കാണിക്കുന്നത് എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. എനിക്കിതൊക്കെ കൂടി നോക്കുമ്പോൾ മറ്റേ ആ അതുപോലെയൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു എപ്സ്റ്റീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പുള്ളിയുടെ ചരിത്രം, പുള്ളി എന്താണ് സംഭവം, ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി സിക്ക് ടു ദ കോർ. അതായത് ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഏതോ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ടോ ഇതൊന്നും അല്ല. ഹീസ് ജസ്റ്റ് എ ഹാൻഡ്ലർ, ഹീസ് ജസ്റ്റ് എ ബ്ലാക്ക് മെയിൽ ഗൈ. പുള്ളി ബേസിക്കലി പുള്ളി ബേസിക്കലി എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് ഇയാൾക്ക് കുറച്ച് കണക്ഷൻസ് കിട്ടി. പിന്നെ ഈ ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ ഗിസ്ലൈൻ മാക്സ്വെലിൻ്റെ അച്ഛനുണ്ട്, പുള്ളി മൊസാഡ് ഏജൻറ്റാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അയാൾ മരിച്ചതൊക്കെ ഈ ഹോട്ടൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെത്തൊക്കെ ആയിരുന്നു പുള്ളി. അപ്പോൾ അത് എല്ലാവർക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമാണ്. ഈ ഗിസ്ലൈൻ്റെ അച്ഛൻ മൊസാഡാണ്, ഇസ്രായേലിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്, വലിയൊരു ബിസിനസ് ടൈക്കൂണാണ്, ഒരുപാട് മീഡിയ എംപയറുള്ള ആളാണ് ഗിസ്ലൈൻ്റെ അച്ഛൻ. അപ്പോൾ ഗിസ്ലൈൻ അച്ഛൻ മരിച്ചതിന് ശേഷം നേരെ വന്ന് ജോയിൻ ചെയ്തതാണ് ഈ എപ്സ്റ്റീൻ്റെ കൂടെ. എന്നിട്ട് എപ്സ്റ്റീൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഹീസ് എ പെഡോഫൈൽ ആക്ച്വലി. സോ നമ്മൾ ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് ഈ ഗിസ്ലൈനും ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർ കുട്ടികളെ ഈ ചെറിയ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യും. മസാജസ് എന്നാണ് ഇയാൾ വിളിക്കുന്നത്. ഇയാളുടെ സെക്ഷൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യും. അത് ഇയാൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഐലൻഡിൽ, സെൻറ്റ് ജെയിംസിൽ ഇയാൾക്കൊരു ഐലൻഡ് ഉണ്ട്, എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള.
അവിടേക്ക് കൊണ്ടുപോവുക. അത് ഈ ലോകത്തുള്ള എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മൾ വിചാരിക്കുക, ഇതൊക്കെ ഇപ്പം എന്താണ്, ഇതൊക്കെ ഇവർ സ്ഥിരമായി ചെയ്യുന്നത്. ഇത് നിങ്ങൾ കണക്കെടുത്ത് നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവും. ഇപ്പം ഈ വന്നിരിക്കുന്ന ഈ ഇമെയിൽസ് ഇല്ലേ, ഇതിൽ നമ്മുടെ മോഡി വരെയുണ്ട്. എപ്സ്റ്റീൻ പറയുന്നുണ്ട് മോഡിയും എനിക്കുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിയായിട്ട് മീറ്റിംഗ് സെറ്റ് ചെയ്ത് തരാം എന്ന് വരെ പറയുന്നുണ്ട്. ആ ഒരു ഇത് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ അനിൽ അംബാനിയായിട്ട് ഇസ്രയേലും ഇന്ത്യനുമായിട്ടുള്ള ഒരു കാര്യം ഞാൻ റെഡിയായി നമുക്ക് സംസാരിക്കണം. പക്ഷെ അത് ഇമെയിലിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല, അത്രയും സീക്രട്ടാണ്, ടോപ്പ് സീക്രട്ടാണെന്ന് വരെ അനിൽ അംബാനിയായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അനിൽ അംബാനി ആരാന്ന് കൂടെ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ED റെയ്ഡ് വന്ന് മണി ലോണ്ടറിങ്ങിന് പ്രശ്നമായിട്ട് ഇരിക്കുന്ന ആൾ മറ്റേ മുകേഷ് അംബാനിയായിട്ട് സംസാരിച്ചാൽ കൂടെ വലിയ കുഴപ്പമില്ല. അയാളെ കുറച്ച് പൈസ ഉണ്ട്, അയാൾ എന്തെങ്കിലുമൊക്കെ മറ്റേ മോദിയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് അടുത്തുള്ള ആളല്ലേ. ഇത് അനിൽ അംബാനിയായിട്ടൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കളികൾ. പിന്നെ അമേരിക്കയിൽ ഇനി ഇന്നതെന്നില്ല, എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരിനും ഇയാളുടെ കൺട്രോൾ. സെലിബ്രിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. മൈക്കിൾ ജാക്സൺ, ഇവർ മറ്റേ ഡേവിഡ് കോപ്പർഫീൽഡ്, മറ്റേ മാജിക്കൊക്കെ ചെയ്യുന്ന ആളില്ലേ അയാൾ, സ്റ്റീഫൻ ഹോക്കിങ് വരെ വീൽ ചെയറിൽ അവിടെ പോയിന്നാണ് പറയുന്നത്. അത് ഇയാൾക്ക് ഇങ്ങനെ ഈ വലിയ ഇൻ്റലക്ച്വൽസ് ആയിട്ടും സെലിബ്രിറ്റീസ് ആയിട്ടും സിനിമ ആയിക്കോട്ടെ, ഈ AI ടെക്നോളജിയൊക്കെ ഇല്ലേ, AI ടെക്നോളജിൻ്റെ ഒരു മെയിൻ ഇൻവെസ്റ്റർ, ആദ്യകാലത്ത് ഒരു മെയിൻ ഇൻവെസ്റ്റർ എപ്സ്റ്റീൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ സറ്റോഷി നക്കമോട്ടോ ഇല്ലേ ഈ മറ്റേ ബിറ്റ് കോയിൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ബിറ്റ് കോയിൻ്റെ ഈ പുതിയ വന്ന ഇമെയിൽസിലും അതിനെയും കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് പറയുന്നത് സറ്റോഷി എപ്സ്റ്റീൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ആദ്യകാലത്തെ ബിറ്റ് കോയിൻ്റെ കോർ ഡെവലപ്പേഴ്സ് വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ടും എപ്സ്റ്റീൻ നല്ല കണക്ഷനാണ്, അവരുമായിട്ട് ബന്ധമുണ്ട്, അതിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഇയാളുടെ കയ്യിലായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു പവർ നമ്മുടെ ഇന്ത്യയിൽ വരെ ഇയാൾക്ക് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സംഭവം ആലോചിച്ച് നോക്കും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ട്രംപിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. ഇപ്പം ട്രംപ് ആകെ കുടുങ്ങിയിരിക്കുക. ട്രംപ് ഇത്ര കാലം രക്ഷപ്പെട്ട് വരികയായിരുന്നു. ട്രംപിൻ്റെ കാര്യം അറിയാമല്ലോ. ട്രംപ് ഫസ്റ്റ് വന്നിട്ട് ഈ കൊല്ലം അയാൾ ഇലക്ഷൻ ജയിച്ചല്ല. അപ്പോൾ അയാൾ ജയിക്കുമ്പോൾ അയാൾ വന്ന് പറഞ്ഞത്, ജയിച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ മക്കളെ, എപ്സ്റ്റീൻ ഫയൽ എല്ലാവർക്കും ഓരോ ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാവരും വീട്ടിലെത്തിച്ചു കൊടുക്കും എന്നാണ്. അങ്ങനെ വാഗ്ദാനമൊക്കെ ചെയ്തിട്ടാണ് പുള്ളി വന്ന് കഴിഞ്ഞ് അയാൾ പിന്നെ പറയാൻ തുടങ്ങി, എപ്സ്റ്റീൻ അതൊക്കെ പഴയ, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വെറുതെ ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ പഴയ കഥയാണ്, അതൊന്നും ഇനി മൈൻഡ് ചെയ്യണ്ട. ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് ഹോക്സ് എന്നുള്ള വാക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീനൊക്കെ ഹോക്സ് ആടേ, അതൊന്നും ഇല്ലാത്ത കാര്യമാണ്, അതൊന്നും വെറുതെ ഇതന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളൂ, വേറെ ഒന്നും ചോദിക്കാനില്ല എന്നൊക്കെയാണ് പത്രക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത്. ഈ MBSും ഈ ട്രംപ് കൂടി ഇരുന്നിട്ടൊരു പ്രസ് മീറ്റൊക്കെ ഉണ്ടായിരുന്നത്, അതിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ABC ന്യൂസിൻ്റെ ട്രംപിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീഡിയ കമ്പനിയാണ്. അവർ ഈ ന്യൂസ് ചോദിച്ച പുള്ളി ചൂടായി. മിണ്ടാണ്ട് ഇരുന്നോട്ടാ, നിങ്ങൾ മറ്റേ ഫേക്ക് ന്യൂസിൻ്റെ ആൾക്കാരല്ലേ, നിങ്ങളുടെ ഈ ചോദ്യം ഒന്നും എനിക്കിപ്പോൾ ഉത്തരം പറയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് അവരിനൊക്കെ തെറി വിളിക്കുക. ഇതൊക്കെയാണ് പുള്ളി ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ഷിഫ്റ്റ് മനസ്സിലായ പുള്ളി വിചാരിച്ചു എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇയാളിനെ ഇത്രയും ബന്ധമുണ്ട് ട്രംപിനെ. ഇനി ഇന്നതാ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് ഈസ് എ ഡേഞ്ചറസ് ഗൈ. ഒരു ഇമെയിലിൽ പറഞ്ഞിരിക്കുകയാണ്, അയാളുടെ സെല്ലിൽ ഒരു നന്മ പോലും ഇല്ല, അത്രയും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത്രയും മോശക്കാരനാണ് ട്രംപ് എന്നാണ് എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനത്തെ ഉള്ള ആളാണ് എപ്സ്റ്റീൻ എന്നറിയാലോ. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ വൻ കണക്ഷൻസും, ഇവർ ഈ നമ്മൾ ആദ്യം
ഇതൊന്നും നിങ്ങളിപ്പോൾ ഇതിലിപ്പോൾ കുറേ ഡേറ്റ്സും ഇപ്പോൾ കുറേ കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു, അയാൾ അങ്ങോട്ട് പറഞ്ഞു, ഇവർ ഇങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയും, ഈ എപ്സ്റ്റീനെതിരെ ആദ്യത്തെ കേസ് വന്ന സമയം 2006 ഓക്കെ. അതായത് മയാമിയിലെ ഒരു കേസ്, ഫ്ലോറിഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കേസ് വന്നത് 2006. അതിന് അതായത് ഒരു അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേസ്. അണ്ടർ ഏജ് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസ്. ആ കേസ് ഗിൽറ്റി എന്ന് അയാൾ തന്നെ അംഗീകരിച്ചിട്ട് പ്ലീ ഡീൽ കൊടുക്കും. അതായത് അമേരിക്കയിലൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരെയും കോടതി വിചാരണയ്ക്ക് കൊണ്ടുപോയി അതിന് മുന്നേ തന്നെ ഞാൻ ഗിൽറ്റി ആണെന്ന് ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റും, കോടതിക്ക് പോണതിന് മുന്നേ. അങ്ങനെ ഒരു പ്ലീ ഡീൽ ഉണ്ടാക്കിയിട്ടാണ് 2008 ഇയാൾ ഒരു കുറച്ച് കാലം ഇയാൾ ഒരു സുഖവാസം പോലത്തെ ഒരു ജയിലിലൊക്കെ ആയിരുന്നു. അത് സംഭവിച്ചത് 2006. അപ്പോൾ എല്ലാവർക്കും അറിയാം ദിസ് ഗായ് ഈസ് എ പെഡോഫൈൽ. കുറ്റം തെളിയിക്കാണ്ടല്ല ജയിലിൽ പോയിരിക്കുന്നത്. ഇയാൾ ഞാൻ ഗിൽറ്റി ആണ് എന്ന്, ഓക്കെ ഞാൻ ഗിൽറ്റി ആണ്, ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്ലീ ഡീൽ കൊടുത്ത് അത് ജയിലിൽ പോയിട്ടാണ് പിന്നെ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിലെ എന്ത് ഡേറ്റ് 2006 ശേഷം ഇയാളോട് ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് എന്തെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഹീ ഈസ് എ പെഡോഫൈൽ ആൻഡ് ഹീ റൺസ് എ വൺ ഓഫ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് റിംഗ് എന്ന് ഈ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അല്ലാണ്ട് ഇവർ ഇന്നലെ ജനിച്ച പിള്ളേരൊന്നും അല്ല. ഇത് 2006 സംഭവിച്ച കാര്യമാണ്. പിന്നെ ഇത് വീണ്ടും കുത്തിപ്പൊക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതി വീണ്ടും ഇതിനെക്കുറിച്ച് കുറേ സാക്ഷികളും പിന്നെയും ഇതുപോലെ ഇയാൾ പണ്ട് പീഡിപ്പിച്ച കുറേ ആൾക്കാരെ വന്ന് ഒരു കേസ്, വലിയൊരു കേസ് ആയപ്പോഴാണ് പിന്നെ ഇയാളെ പിടിച്ച് ജയിലിലിട്ടപ്പോഴാണ് 2019 ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് ഇവർ പറയുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു ആത്മഹത്യ സംഭവമാണ്. മെട്രോപൊളിറ്റൻ കറക്ഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂയോർക്കിലെ ഒരു ജയിലിൽ വെച്ചിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇയാളുടെ ഡെത്ത് എന്ന് പറയുന്നത് സൂയിസൈഡാണെന്നാണ് ഇവർ പറയുന്നത്. ഈ മെട്രോപൊളിറ്റൻ കറക്ഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ജയില് ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ ജയിലില്ല. നിങ്ങൾ അവരുടെ പവർ ആലോചിച്ച് നോക്കുക. അതായത് ഇയാൾ ആത്മഹത്യ ചെയ്ത ജയിലിൽ ഇപ്പം എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് വാച്ചിലിട്ട ആളാണ്. അതായത് ഇയാളുടെ കൂടെയുള്ള ഒരാൾ ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഇയാൾ സംസാരിച്ചപ്പോൾ ഇയാൾ ആത്മഹത്യാ പ്രവണത ഉണ്ട്, അല്ലെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോടതി സൂയിസൈഡ് വാച്ചിലിട്ട ആളാണ്. ജയിലിലിടുമ്പോൾ പറഞ്ഞ് ഇയാൾ സൂയിസൈഡ് ചെയ്യണമെന്ന് പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ട ആളാണ്. ഒരു ജയിൽ ഇതിൽ ഒരു ജയിലിൻ്റെ സംഭവത്തിൽ 2 പേരുണ്ടാവും. ഒരു ക്യാബിൻ എന്തായാലും പറയാം, ആ ഒരു സംഭവത്തിൽ 2 പേരുണ്ടാവും. നൈസായിട്ട് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഇയാളെ മാറ്റി, അത് കൂടെയുള്ള ആളെ മാറ്റിയിരിക്കുക. ഇയാൾ ഒറ്റയ്ക്ക് ആ ഒരു ദിവസം ഇട്ടിരിക്കുക. 9 ക്യാമറയുണ്ട്, അതിൽ 7 വർക്ക് ചെയ്യുന്നില്ല. ടെക്നിക്കൽ എറർ. ഗാർഡ്സ് ഓരോ അരമണിക്കൂറിൽ പോയി നോക്കണം എല്ലാവരും ഉണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഗാർഡ്സ് ഉറങ്ങി എന്നൊക്കെ. പിന്നെ ഇയാളുടെ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ ഈ കെട്ടിത്തൂങ്ങിയത് മാത്രമല്ല വേറൊരു മുറിവും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടും ഉണ്ട്. ഇതൊക്കെ പോട്ടെ, ശരി ഇയാൾ ആത്മഹത്യ ചെയ്തു, ശരി ആ ബിൽഡിംഗ് ഒന്ന് പോയി അന്വേഷിക്കണം. അത് ജയിലല്ലേ. അമേരിക്കയിലൊക്കെ പ്രൈവറ്റൈസ്ഡ് ആണ് ജയിലൊക്കെ, അത് വേറൊരു സംഭവമാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ ജയിലിൽ പോയി അന്വേഷിക്കണം, അവിടെ ഏത് ക്യാമറയുണ്ട്, അവിടെ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, അവിടെ ക്യാമറൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ബാക്കപ്പ് എന്തെങ്കിലും ഉണ്ടോ,
അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എപ്സ്റ്റീൻ എങ്ങനെയായിരുന്നു അവിടെ എന്നൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ജയിലിൽ പോയി നോക്കണം. ആ ജയിലേ ഇപ്പം ഇല്ല. നിങ്ങൾ ആ ഒരു സംഭവം ആലോചിച്ചു, ആ ഒരു പവർ. ഇയാൾ മരിച്ച ആ ദിവസമില്ലേ, ആ ദിവസങ്ങളിൽ ഇയാളിപ്പോൾ നമ്മൾ ഈ പുറത്ത് വിടും, ഇവർ വിടും എന്നൊക്കെ പറഞ്ഞ ആ ലിസ്റ്റില്ലേ, അതായത് ഇയാളുടെ കൂടെ ആരൊക്കെയാണ് ഐലൻഡിൽ പോയത്, ആരൊക്കെയാണ് ഈ സെക്സ് പാർട്ടീസിൽ, അണ്ടർ ഏജ് സെക്സ് പാർട്ടീസിൽ ആരൊക്കെയാണ് ഇയാൾ പങ്കെടുപ്പിച്ചത്, ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തത് ആർക്ക് വേണ്ടിയാണ്, മൊസാഡാണോ CIA ആണോ, അല്ലെങ്കിൽ ആരിനെയൊക്കെയാണ് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള ആ ഒരു ലിസ്റ്റില്ലേ, ആ ലിസ്റ്റ് പുറത്ത് വരാൻ നിൽക്കുമ്പോഴാണ് ഇയാളെ അവർ കൊല്ലുന്നത്. സൂയിസൈഡാണെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് സൂയിസൈഡ്? ഇതാണ് ഇയാളുടെ മരണത്തിൻ്റെ ഒരു സംഭവം. ഈ മരണം ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ ടോപ്പ് ഓഫ് ദി ഹെഡിൽ എനിക്ക് ഓർമ്മയുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടാലും മതി. ജസ്റ്റ് എപ്സ്റ്റീൻ ഡെത്ത് എന്നിട്ട് അടിച്ചു നോക്കിയാൽ, കോൺസ്പിറസിന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇറ്റ്സ് നോട്ട് ഈവൻ എ കോൺസ്പിറസി. കോൺസ്പിറസി എന്നൊക്കെ വിളിച്ചാൽ കോൺസ്പിറസി എന്നുള്ള വാക്കിന് അപമാനമാണിത്. അപ്പോൾ they are going to do something crazy to stop this. അതിപ്പോൾ ഇൻ്റർനെറ്റ് മുഴുവൻ കളഞ്ഞിട്ടായാലും ചിലപ്പോൾ വല്ല ആറ്റം ബോംബ് ഇടുമോ എന്നാണ് എൻ്റെ പേടി. എവിടെയൊക്കെ കൊണ്ടിട്ട് ഒരു ബോംബൊക്കെ ഇടുക. പിന്നെ യുദ്ധം തുടങ്ങിയല്ലോ. ഞാൻ വെനിസ്വേലയും അമേരിക്കയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇനി 30 ദിവസം ഉണ്ട്, 30 ദിവസം സമയം കൊടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റ് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം കോൺഗ്രസ് മുഴുവൻ അപ്രൂവ് ചെയ്തു. ട്രംപിൻ്റെ ആൾക്കാർ ആക്ച്വലി ട്രംപിനെതിരെ ആയി. ട്രംപിന് ഒരു വഴിയില്ലാണ്ട് അവസാനം സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ സ്പീക്കർ മൈക്ക് ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ ഇതൊക്കെ നടക്കുന്ന ഈ ആഴ്ചയാണ് പറഞ്ഞത്, ഇത് മുഴുവൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ വലിയ ഇഷ്യൂസ് ആവും, ഇത് ഭയങ്കര സെക്യൂരിറ്റി കൺസേൺ ആണ്, ഇത് മുഴുവൻ ഈ ലിസ്റ്റും ഈ പണ്ടായിരൊന്നും പുറത്തു വിടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മൈക്ക് ജോൺസൺ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ സംതിങ് ലൈക്ക് എന്താ പറയുക, ഇത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സീക്രട്ട് എന്നോ അല്ലെങ്കിൽ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് തിങ് എന്നോ നമുക്ക് ഈസി ആയിട്ട് വിളിക്കാം. എല്ലാ ആൾക്കാരും ഉണ്ട്, നിങ്ങൾക്ക് അറിയണതും അറിയാത്തതും എല്ലാ ആൾക്കാരും ഇതിലുണ്ട്. ഇതിലിപ്പോൾ അവരൊക്കെ പോയിട്ട് സെക്സ് പാർട്ടീസിൽ അറ്റൻഡ് ചെയ്തോ അല്ലെങ്കിൽ അവരിനൊക്കെ ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തോ എന്നൊന്നും അല്ല പറയുന്നത്. അതൊന്നും അങ്ങനത്തെ ഒരു കാര്യവും പറയുന്നില്ല. അതൊക്കെ വേറെ കാര്യം. ഇത് ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ ഒരാൾ എത്ര ബില്യണർ ഉണ്ട്? എല്ലാ ബില്യണർമാരും ഇങ്ങനെയാണോ? അല്ല. ഇയാളൊരു പെഡോഫൈലാണെന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇയാളുടെ അടുത്ത് പോയി മീറ്റിങ് പങ്കെടുക്കുക, ഇയാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് ആ കാര്യം ചെയ്യണം, എനിക്ക് മറ്റേ ആളുടെ ഇൻഫർമേഷൻ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഇയാളുടെ അടുത്ത് പോയി പറയുക. അപ്പോൾ ഇറ്റ്സ് ഓൾ സീംസ് ഫിഷി ആൻഡ് ഇറ്റ്സ് ഓൾ സീംസ് ബിഗ് കവറപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇമെയിൽസ്, എന്താണ് ഈ പരിപാടി? നമ്മുടെ ഇന്ത്യക്കാർ ആരൊക്കെ ഉണ്ട് ഇതിൽ? അവർക്കെന്താ ഇവിടെ കാര്യം? ഇയാളൊരു മൊസാഡ് ഏജൻ്റ് ആണോ? അതിനുള്ള വല്ല തെളിവ് വന്നിട്ടുണ്ടോ? ട്രംപും ഇവരുമായിട്ട് എന്താ പ്രശ്നം? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം. ആദ്യം ഇതിൻ്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് എപ്സ്റ്റീൻ ആരാണെന്നോ അതിൻ്റെ അയാളുടെ ഫുൾ ഹിസ്റ്ററി വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി ചെയ്യുക. അത് ഞാൻ ഹിസ്റ്ററിയെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമുക്ക് അതിന് ശേഷം ഇപ്പോൾ ട്രംപ് ജയിച്ച് വന്നല്ലോ, അപ്പോൾ എല്ലാം പുറത്തുവിടാൻ വേണ്ടി വന്നില്ല, അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാത്തിൻ്റെയും തുടക്കം നവംബർ 12 ഈ ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ. അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, ഡെമോക്രാറ്റ്സും ഉണ്ട്, റിപ്പബ്ലിക്കൻസും ഉണ്ട്. അറിയാത്തവർക്കാണ്, റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന ആൾക്കാർ റൈറ്റ് വിങ്, അവർ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയാണ്. ഡെമോക്രാറ്റ്സാണ് എതിർ പാർട്ടി. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ US ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിയുടെ അതിലുള്ള ഡെമോക്രാറ്റ്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഒരു 3 ഇമെയിൽ പുറത്തു വിട്ടു. വെറും 3 ഇമെയിലേ പുറത്തു വിട്ടിട്ടുള്ളൂ. അതിലാണ് ട്രംപിനെ കുറിച്ചുള്ള മെൻഷൻസും ട്രംപ്
പബ്ലിക്കലി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനും എപ്സ്റ്റീനായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല, അയാൾ ഇങ്ങനെ ഒരാളാണ് എന്ന് അറിഞ്ഞപ്പോൾ ബന്ധം ഉണ്ടായിരുന്നു. ഇയാളും ഡൊണാൾഡ് ട്രംപും എപ്സ്റ്റീനും കൂടി വീഡിയോവും ഇവർ മറ്റേ പാർട്ടി ചെയ്യണ വീഡിയോവും ഇവർ കുറേ പെമ്പിള്ളേരുടെ കൂടെ നിൽക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഈ മെലാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ട്രംപിൻ്റെ ഭാര്യ ഇല്ലേ, ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ, ആ ഭാര്യ പണ്ട് ഭാര്യനെ പരിചയപ്പെടുത്തി കൊടുത്തതേ എപ്സ്റ്റീനാണെന്നാണ് പറയുന്നത്. മെലാനിയ ട്രംപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് എപ്സ്റ്റീനാണ്. മനസ്സിലാകുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ആ സംഭവം മനസ്സിലായില്ല. അപ്പം അങ്ങനെയുള്ള കണക്ഷനുള്ള ആളാണ്. പക്ഷേ ഇയാൾ ഇങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇയാളായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഞാൻ ഇയാളെ കണ്ടിട്ടുമില്ല, എനിക്ക് ഇയാളെ അറിയേയില്ല, ഇപ്പോൾ അറിയേയില്ല എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ വരുന്നു ഇതാ കുറേ ഇമെയിൽസ്, ഒരു 3 ഇമെയിൽസ് സെലക്റ്റഡ് ഇമെയിൽസാണ്. എല്ലാ ഇമെയിലും ഇവർ പുറത്ത് വിട്ടിട്ടില്ല ഡെമോക്രാറ്റ്സ്. അവർക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിനെ ഒന്ന് നാറ്റിക്കാനുള്ള സാധനമുണ്ട്. ആ 3 ഇമെയിലാണ് ഇവർ പുറത്ത് വിട്ടത്. ആ 3 ഇമെയിൽ ഇവർ പുറത്ത് വിട്ടപ്പോൾ റിപ്പബ്ലിക്കൻസ് വന്നിട്ട് 3 ഇമെയിൽ പുറത്ത് വിട്ടാൽ എന്നാൽ പിടിച്ചോ വന്നിട്ട് ഇവരുടെ കയ്യിൽ കുറേ ഇമെയിൽസ് ഉണ്ട്. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടേ അല്ല. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഈ FBI വീഡിയോസ് ഉണ്ട്. ഇയാളുടെ മറ്റേ മൻഹാട്ടനിലുള്ള ഇതും ഇയാളുടെ ഐലൻഡൊക്കെ റെയ്ഡ് ചെയ്തപ്പോൾ ഇവർക്ക് ഒരുപാട് ഈ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഏത് ഈ അണ്ടർ ഏജ് ഗേൾസിൻ്റെയും ഇവർ പീഡിപ്പിക്കുന്നതും അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഇവരുടെ കയ്യിലുണ്ട്. ഇൻട്രോഗേഷൻ, ഇയാൾ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ട് എപ്സ്റ്റീനെ ഇൻട്രോഗേറ്റ് ചെയ്ത് നിങ്ങൾ ആരിനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തു, നിങ്ങൾ ഏത് പെൺകുട്ടീനെ അവിടെ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു സെക്സ് പാർട്ടീസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ട്. ജിസ്ലൈന അവരിനെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ജീവനോടെ ഉണ്ട്. അതുപോലും പുറത്തു വിട്ടിട്ടില്ല. അതെങ്കിലും പുറത്തു വിടും, അത് പുറത്തു വിടില്ല. വീഡിയോ ടേപ്സ് ഉണ്ട്, പേരുണ്ടല്ലോ, എത്ര പേരുടെ പേരുണ്ടാവും. എനിക്ക് അവരായിട്ട് ബന്ധമുണ്ട്, ഇവരായിട്ട് ബന്ധം, അതൊന്നും പുറത്തു വിട്ടിട്ടില്ല. ബ്ലാക്ക് ബുക്ക് എന്നോ എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇയാളുടെ ക്ലയൻസാണ്, അതായത് ഇയാൾ ആർക്കൊക്കെ വേണ്ടി ജോലി ചെയ്തു, ഇയാളുടെ സർവീസസ് ആരൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്. അതിന് ബ്ലാക്ക് ബുക്ക് എന്ന് എന്തൊക്കെയാണ് ഇവർ വിളിക്കുന്നത്, അതും പുറത്തു വിട്ടിട്ടില്ല. അപ്പം ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പം ജസ്റ്റ് പുറത്ത് വിട്ടത് ഇമെയിലാണ്. ഈ ഇമെയിൽ പുറത്ത് വിട്ടപ്പോൾ തന്നെ ആൾക്കാർ പേടിച്ച് മറ്റേ സാധനം ഇൻട്രസ്റ്റ് മുഴുവൻ ഇവർ ഡൗൺ ആക്കാനുള്ള പരിപാടിയൊക്കെ, ഞങ്ങളുടെ പവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇവർ ഇമെയിൽസ് പുറത്ത് വിട്ടപ്പോൾ. അപ്പോൾ ഈ റിപ്പബ്ലിക്കൻസ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും പേടിയില്ല എന്ന് പറഞ്ഞിട്ട് 10,000-20,000 ഇമെയിലുണ്ട്. ഒരു ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. വലിയ കാര്യമൊന്നുമില്ല, ഞാനൊക്കെ എടുത്ത് നോക്കി കുറേ ഡോക്യുമെൻറ്റ്സാണ്. ഒരു 3-4 ഫയലൊക്കെ ഉണ്ട്, ഇമേജസ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഒരു ലോഡ് ഫയൽ, ഒരു 20,000 ഫയലുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഇത് ആക്സസ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അതിന് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് റിഡാക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഈ ഡെമോക്രാറ്റ്സ് ആദ്യം റിഡാക്റ്റ് പറഞ്ഞാൽ ഈ ബ്ലാക്ക് മാർക്കിൽ ഇങ്ങനെ ഇടുന്ന പോലത്തെ ആ ഒരു, അതായത് പേരുകളും ഇമ്പോർട്ടൻറ്റ് പേരുകളും മറ്റു സംഭവമൊക്കെ മറച്ചിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ്, സാധാരണ ചില പേരുകളും ഇതൊക്കെ മറച്ചിട്ടാണ് ഇവർ പുറത്ത് വിടുക. അതായത് ഇങ്ങനെ അവർ കേസ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ആവണ്ട എന്നുള്ള രീതിയിൽ. കാരണം അവർ ജസ്റ്റ് പേര്, ഇപ്പോൾ ഒരാളുടെ പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫുള്ള് ഈ അണ്ടർ ഏജ് ഗേൾസിനെ പോയി പീഡിപ്പിച്ചു എന്നല്ല അർത്ഥം കേട്ടോ. അത് നമ്മൾ പ്രത്യേകം നോക്കണം. ഈ സംഭവം ഈ റിപ്പബ്ലിക്കൻസ് ഞങ്ങൾക്കൊന്നും പേടിയില്ലാണ്ട് ഈ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇന്നാ പിടിച്ചോ എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് അങ്ങോട്ട് ഇട്ടു, ഡ്രൈവ് ലിങ്ക്. അതിൽ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ തപ്പിക്കൊണ്ട്, അതാണ് നമുക്ക് ഈ ഓരോ ദിവസം മറ്റേ ട്രംപിൻ്റെ ബ്ലോ ജോബ് ആയിരിക്കും ഒരു ദിവസം ആൾക്കാർ കണ്ടുപിടിക്കുന്നത്, അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ആർക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കുക, കുറേ പേര് ഇരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും, തമാശയ്ക്കുള്ളതും തമാശയില്ലാത്തതും ശരിക്കുള്ളതും എല്ലാം ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ ഓരോ ന്യൂസ് ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് വരുന്നത് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ ആക്ച്വലി ഇത് വലിയൊരു ഡംപാണ്, വലിയൊരു സാധനമുണ്ട്. ഈ 10,000 ഇമെയിലൊക്കെ കോഡ് നെയിംസ് ആയിരിക്കും.
ഓക്കെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഡയറക്റ്റ് പേരായിരിക്കില്ല, വേറെ എന്തെങ്കിലുമായിരിക്കും. അപ്പോൾ അത് വെച്ച് ഇത് ആരാണ് നോക്കി, അപ്പോൾ ഇത് ഇയാളാണോ, അങ്ങനെയാണ്. പിന്നെ ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റിൽ ഇപ്പോൾ ഈ ഇന്ന പോലെ ആയിരിക്കും ട്രംപ് പ്രസിഡൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഇത് എളുപ്പമല്ല. ഏക്കുള്ള കാലത്ത് ഇതൊക്കെ എളുപ്പമാക്കണം, പക്ഷേ അത് ആരും ചെയ്തിട്ടില്ല. ഈ 20,000 ഡോക്യുമെൻറ്റ്സിനെ ഡൗൺലോഡ് ചെയ്തിട്ട് സെർച്ചബിൾ ആക്കിയിട്ട് വേറെ കുറേ വെബ്സൈറ്റ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അതായത് സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാളുടെ പേര് സെർച്ച് ചെയ്യണം, ഇപ്പോൾ മോഡി എന്ന് സെർച്ച് ചെയ്യണം. മോഡി സെർച്ച് ചെയ്താൽ മോഡിയെ കുറിച്ചുള്ള മെൻഷൻസും നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ 20,000 ഇമെയിൽസും ഡോക്യുമെൻറ്റ്സും എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹിസ്റ്ററി, അതാണ് മെയിൻ. അതായത് ഇത് എവിടെ നിന്ന് വന്നു, ഡൊണാൾഡ് ട്രംപ് എന്താണ് ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ പുറത്ത് വിടാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇതുവരെ നടന്ന കാര്യങ്ങൾ, ട്രംപ് ജനുവരിയിൽ പ്രസിഡൻ്റ് ആയതിനു ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഓരോന്നായിട്ട് വരാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഫുള്ള് കിട്ടുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞു ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത് ഞാനിത് മുഴുവൻ പുറത്ത് വിടാം, നിങ്ങളൊന്നും പേടിക്കേണ്ട, എന്നെ പ്രസിഡൻ്റ് ആക്കിയാൽ മതി, ഞാൻ ഇതെല്ലാം ഏറ്റു മക്കളെ. അതേപോലെ വേറൊരു അത് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമോ അതറിയില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാർക്കതാ, ഞാൻ ഇന്ത്യയിൽ ഒരു സ്വിച്ച് ഇട്ട് അപ്പം യുദ്ധം നിൽക്കുന്നതൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് എത്ര 4 ദിവസം മതിയെന്നാണ്, ഒരാഴ്ച മതിയെന്നാണ്, അങ്ങനെ എന്തൊക്കെയോ തള്ളി മറിച്ചുണ്ടായിരുന്നു. അതിപ്പോൾ യുദ്ധമൊന്നും നിന്നിട്ടില്ല, കുറേ യുദ്ധം കൂടി. അതിൻ്റെ ഇടയിൽ ഇസ്രായേലി യുദ്ധം, ഇറാൻ്റെ യുദ്ധം എല്ലാം എക്സ്ട്രാ വരികയല്ലാണ്ട് ഒന്നും നിന്നിട്ടൊന്നുമില്ല. പിന്നെ വെനിസ്വേലയുടെ അടുത്ത് യുദ്ധത്തിന് പോകണു, അത് വേറൊരു കാര്യം. ഫേസ് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിത് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കൊല്ലം ഫെബ്രുവരി 2025 ഈ റൈറ്റ് വിങ് കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കര ട്രംപ് എല്ലാം പുറത്ത് വിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബൈൻഡർ ഒരു ഈ ബൈൻഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ബൈൻഡ് ചെയ്ത സാധനമില്ലേ, അതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ട്രംപ് പറഞ്ഞ വാക്ക് പാലിച്ചേ, എല്ലാം പുറത്ത് വിട്ടേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 2025 ഭയങ്കര സംഭവമായിരുന്നു അത്. ഞാനൊക്കെ ഞെട്ടിയോ, ട്രംപ് ഞാൻ ശരിക്കും വിചാരിച്ചോ ട്രംപ് പൊള്ളി, പറഞ്ഞ കാര്യം ചെയ്തല്ലോ. പറഞ്ഞു ജനുവരിയിൽ അധികാരത്തിൽ കയറി, ആ ഒരു സമയത്ത് അധികാരത്തിൽ കയറി, ഫെബ്രുവരി ആകുമ്പോഴേക്കും 2 മാസമൊക്കെ ആകുമ്പോഴേക്കും പുറത്ത് വിട്ടല്ലോ. ധൈര്യം സമ്മതിക്കണം. എല്ലാവരും കാത്തിരിക്കുകയാണ് ഡോക്യുമെൻസിന് വേണ്ടിയിട്ട്. ഫേസ് 1 എന്നാണ് ഇവർ അതിനെ വിളിക്കുന്നത്. ഇവർ വന്നു ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ അതായത് ഒന്ന് വായിക്കാൻ പറ്റില്ല, ഫുള്ളി ബ്ലാക്ക്, ഫുള്ള് അഡാക്ട് ചെയ്ത. അതായത് ഓൾറെഡി കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഫ്ലൈറ്റ് ലോഗ്സും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇയാൾക്കൊരു പ്രൈവറ്റ് പ്ലെയിനൊക്കെ ഉണ്ട്, അതിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതും ഈ ഐലൻഡിലേക്ക് പോയതും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ഓൾറെഡി ഉള്ള സംഭവം മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് മാർക്ക് ചെയ്ത് റിഡാക്ട് ചെയ്ത ഫുള്ള് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് ഈ സാധനത്തിനാണ് ഇവർ ഇത്ര പൊക്കി പിടിച്ച് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവസാനം ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, അതായത് ട്രംപിൻ്റെ അതുവരെ വൻ സപ്പോർട്ടായിരുന്നു. ട്രംപ് ദൈവം അവതരിച്ചേ എന്നൊക്കെ ആയിരുന്നു ഇലക്ഷൻ ജയിച്ചതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ഇവർക്ക് അതായിരുന്നു ഫസ്റ്റ് സൈന്, ഇയാൾ ഉഡായിപ്പാണ്, ഇതൊന്നും വരാൻ പോകുന്നില്ല, ഇത് നിങ്ങൾ വിചാരിച്ച പോലെ ഇങ്ങനെ ഒരു അവഞ്ചേഴ്സ് സിനിമ ഇറങ്ങുന്ന പോലെ എല്ലാവരും ഒന്നിപ്പിച്ചിട്ടൊരു സിനിമ ഇറക്കിയ പോലെ അത്ര എളുപ്പമല്ല ഇത്. ഇറ്റ്സ് ബിയോണ്ട് എന്താ പറയുക, നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റാത്തത്ര, അല്ലെങ്കിൽ അതായത് ലോകം അവസാനിക്കും ഇത് മുഴുവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ.
അമ്മാതിരി പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഇത്. ട്രംപിന് അപ്പം വിചാരിച്ചാൽ ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായത്, എനിക്കൊന്ന് മനസ്സിലായി, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായത് ഈ ഫേസ് 1 ഫെബ്രുവരിയിൽ ആ ഒരു പട്ടി ഷോ ഉണ്ടായിരുന്നു ഇവരുടെ. ഭയങ്കര എക്സൊക്കെ ഭയങ്കര മറ്റേ ട്രെൻഡിങ് ആയിരുന്നു. ഇതോ ട്രംപ് പുറത്ത് വിട്ടേ ഡോക്യുമെൻറ്റ്സ് അവിടെ, അതാ ഡോക്യുമെൻറ്റ്സ് ഫുള്ള് ഒന്നും വായിക്കാൻ പറ്റില്ല. പണ്ട് റിലീസ് ചെയ്ത അതേ ഡാറ്റിനെ കുറേ ഡോക്യുമെൻ്റായിട്ട് കൊണ്ടുവന്നിരിക്കുക. അതായിരുന്നു ഫസ്റ്റ് സംഭവിച്ച കാര്യം. പിന്നെ നമ്മുടെ മെയിൻ ആൾ കാഷ് പട്ടേൽ വല്ലഹല്ല, പുള്ളി ഈ ശരിക്കുള്ള പേര് കാഷ് പട്ടേൽ, ശരിക്കുള്ള പേര് കശ്യപ് പ്രമോദ് പട്ടേൽ എന്നാണ് ശരിക്കുള്ള പേര് കേട്ടോ. ഈ അമേരിക്കക്കാർ, ഇയാൾ റിപ്പബ്ലിക്കനാണ്. ഈ റിപ്പബ്ലിക്കൻസ് ഒന്നാമതേ റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഈ വെള്ളക്കാരല്ലാണ്ട് വേറെ ആരെ കണ്ടാലും പിടിക്കില്ല. അപ്പോൾ ഈ കശ്യപ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു പറയാൻ കൂടെ കിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ എളുപ്പത്തിലാണ് കാഷ് പട്ടേൽ എന്നാക്കിയിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഹൈപ്പായിരുന്നു ഇയാൾ വന്നപ്പോൾ. ഇയാൾ ഈ പവർ കിട്ടുന്ന മുന്നേ, അതായത് ട്രംപിൻ്റെ കൂടെ വന്ന്, ഈ ട്രംപിൻ്റെ മെയിൻ ഒരാളാണ് ഇയാൾ പണ്ടോട്ടെ. ഇപ്പോൾ ഈ സീക്രട്ട് ഇൻ്റലിജൻസും കാര്യത്തിലൊക്കെ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം അങ്ങനത്തെ ഒരു ക്വാളിഫൈഡൊക്കെ ആയിട്ടുള്ള ആളാണ്. ഇയാൾക്ക് ട്രംപിന് വരുന്നതിന്, ഈ ഇലക്ഷൻ ജയിക്കുന്നതിന് മുന്നേ ഇയാൾ കുറേ പോഡ്കാസ്റ്റിൽ വന്നിട്ട് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുണ്ട് ഏത് എപ്സ്റ്റീൻ്റെ ക്ലൈൻറ്റ് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, എപ്സ്റ്റീൻ്റെ എല്ലാ ഫയൽസും ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഡീപ്പ് സ്റ്റേറ്റുകാരാണ് ഇത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇതൊരു മാസീവ് ഒരു ബ്ലാക്ക് മെയിൽ ഓപ്പറേഷനാണ്. ഇതിൽ കുറേ വേൾഡ് ലീഡേഴ്സിനൊക്കെ കൊണ്ടുവന്ന് ഈ ഐലൻഡിൽ കൊണ്ടുവന്ന് ഈ അണ്ടർ ഏജ് ഗേൾസുമായിട്ട് സെക്സ് പാർട്ടി ചെയ്ത് അതിനെ ഇയാൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവരുടെ അടുത്തൊക്കെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി ബ്ലാക്ക് മെയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അതെനിക്കറിയാമെന്ന്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും, അപ്പോൾ അന്നോട്ടേ ഒരു റൂമറുണ്ട് ഇയാൾ ഭയങ്കര ക്വാളിഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ FBI ഡയറക്ടർ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളിനെ ആക്കും എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മോ, ഈ FBI ഡയറക്ടർമാരൊക്കെ ഭയങ്കര അത് ഇങ്ങനെയൊന്നും വന്ന് പറയില്ല. അവർ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ട്രംപ് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ട്രംപ് പറയണ പോലെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ പിടിച്ച് പുറത്താക്കും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇവർക്ക് മറ്റേ ലൈസൻസ് ഒന്നുമില്ല, ഇവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് പറഞ്ഞാലും പറയും അത് ട്രംപിൻ്റെ സ്വഭാവം, ഹീസ് വെരി ഫ്രാങ്ക്, ഹീസ് നോട്ട് ലൈക്ക് അതർ വേൾഡ് ലീഡേഴ്സ്. കാരണം അയാൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, കാരണം ഹീസ് എ ഫണ്ണി ഗൈ, ദാറ്റ് ഡസൻറ്റ് മീൻ ഹി വാസ് ബീങ് സർക്കാസ്റ്റിക് എന്നൊക്കെ പറയും. ഏതോ ഒരു റിപ്പോർട്ടർ കുറച്ച് മുന്നേ 2 ദിവസം മുന്നേ ഏതോ റിപ്പോർട്ടറിനെ എപ്സ്റ്റീൻ്റെ കാര്യം ചോദിച്ചതിന് പിഗ്ഗി എന്ന് വിളിച്ചു, പന്നി, ഷടപ്പിഗ്ഗിന്ന് അങ്ങനെ എന്തോ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ കടക്ക് പുറത്ത് അറിയില്ല, അതിൻ്റെ ഒരു വേറൊരു സംഭവം, പോടാ പന്നി, മുണ്ടാനിരിക്കണ പന്നി അങ്ങനെ എന്തോ ഏതോ റിപ്പോർട്ടറൊക്കെ വിളിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മുടെ പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അതൊരു ചെറിയ സംഭവം. പിന്നെ എത്ര കാര്യങ്ങളുണ്ട്, എല്ലാവരെയും കൊല്ലണം, മറ്റേത് മറിച്ചത്, അങ്ങനെ വായി തോന്നിയത് പറയാനുള്ള ലൈസൻസ് ഈ ട്രംപിൻ്റെ കൂടെ ഉള്ളവർക്കും ട്രംപിനും ഉണ്ട്. അപ്പോൾ ഈ കാഷ് പട്ടേൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഇയാളാണ് FBI ഡയറക്ടർ എന്ന് എല്ലാവരും അറിഞ്ഞപ്പോൾ ഫുൾ ഓണായി. ഇനി ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇയാൾ കാഷ് പട്ടേൽ വന്ന് പറഞ്ഞതാണ് ഇവരുടെ FBI ഈ കോണ്ടിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മെയിൻ ഒരു ഓഫീസും ബിൽഡിങ് സംഭവമാണ്, അതൊക്കെ ഞാൻ പൂട്ടിക്കുന്ന പറയാം. ഇപ്പോൾ ഉള്ളത് ഫുള്ള് കറപ്റ്റാണ്, അതിനൊക്കെ ഞാൻ പൂട്ടിക്കും. എല്ലാ ഡോക്യുമെൻറ്റ്സും, ഏത് ഡോക്യുമെൻറ്റ്സ് വേണം, 9/11 ഡോക്യുമെൻറ്റ്സ് വേണോ എന്നാ പിടിച്ചോ, JFK അസാസിനേഷൻ ഡോക്യുമെൻ്റ് വേണോ തരാം, ഇനിയിപ്പോൾ എപ്സ്റ്റീൻ വേണോ, എന്താ വേണ്ട ചോദിച്ചാൽ മതി, എല്ലാം തരാം. ചോദിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യൊന്നും വേണ്ട, ചോദിച്ചാൽ തരാം. ട്രംപിനെ ഒന്ന് ചെയ്യിപ്പിച്ചു വിട്. ട്രംപിന് വേണ്ടിയിട്ട്
PR വർക്കാണ് ബേസിക്കലി ചെയ്യുന്നത് ഇയാളിങ്ങനെ ഓരോ പോഡ്കാസ്റ്റിലൊക്കെ പോയിട്ട്. പണ്ട് ഭയങ്കര പുലിയായിരുന്ന ആള് ഒരു മീമുണ്ട്, അതായത് ഇയാളുടെ കണ്ണ്, ഇയാളിങ്ങനെ ഒരു ഫോട്ടോ പോസ് ചെയ്യുന്നത് ഭയങ്കര ഇങ്ങനെ അങ്ങനെ ഒരു ബന്ധം, ഒരു കണ്ണുരുട്ടിയിട്ടാണ് ഇയാൾ എപ്പോഴും പോസ് ചെയ്യുക. അപ്പോൾ ബിഫോർ സീയിങ് എപ്സ്റ്റീൻ ഫയൽസ്, ആഫ്റ്റർ സീയിങ് എപ്സ്റ്റീൻ ഫയൽസ് തൊട്ട് ഒരു ബീമുണ്ട് ഇയാളെ കുറിച്ച്. ഇയാൾ പണ്ട് ഫുള്ള് ചിരിച്ച് കളിച്ചിട്ട് എന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. എപ്സ്റ്റീൻ ഫയൽസ് കണ്ടതിന് ശേഷം എന്താ ഇവിടെ നടക്കുന്നത് പേടിച്ചിട്ടുള്ളൊരു മുഖമാണ് പിന്നീട് ഇയാളുടെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഇലക്ഷൻ ജയിച്ചു, ഇയാളിനെ FBI ഡയറക്ടർ ആക്കുകയും ചെയ്തു. ഇയാൾ ആക്കിയതിന് ശേഷം ജോ റോഗൻ്റെ പോഡ്കാസ്റ്റിൽ വന്നിട്ട്, അപ്പം നിങ്ങൾ ഈ ഉണ്ട് എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് പുറത്ത് വിട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ FBI കാര്യത്തിൽ വീഡിയോസ് ഉണ്ട്, ഇൻട്രഗേഷൻ്റെ വീഡിയോസ് ഉണ്ട്, ഇയാൾ അതിനൊക്കെ പീഡിപ്പിച്ചതിൻ്റെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്ത് വിടൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ഞങ്ങൾക്ക് തരാൻ പറ്റും, വി ക്യാൻ ഗിവ് യു എവറിത്തിങ് വി ക്യാൻ, ബട്ട് വി ഷുഡ് പ്രൊട്ടക്ട് ദ ഇന്നസെൻറ്റ് പീപ്പിൾ. എല്ലാം പുറത്തു വിടാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റുന്നത്ര പുറത്തു വിടാം. ഈ കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ അതൊന്നും ഞങ്ങൾക്ക് പുറത്തു വിടാൻ പറ്റില്ല. പിന്നെ ചെറിയൊരു സംഭവം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്ന ഈ സെക്സ് ടേപ്സ് ഉണ്ടല്ലോ, അതൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. അത് ഞാൻ പണ്ട് പറഞ്ഞത് അതെനിക്ക് ഓർമ്മയില്ല, അതിനെക്കുറിച്ചൊന്നും. അത് FBI ഡയറക്ടറൊക്കെ വന്നിട്ട് പോഡ്കാസ്റ്റോ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ ആരും അങ്ങനെ പുഷൊന്നും ചെയ്യില്ല. അപ്പം നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഏതൊക്കെ ഉള്ളത്, നിങ്ങൾ എന്താ നോണ അങ്ങനെ ഒന്നും ഇപ്പോൾ ആരും ചോദിക്കില്ലല്ലേ. അയാളുടെ ഉള്ളിലുള്ളതൊക്കെ അയാൾ പുറത്ത് വിട്ടു. അയാൾ പറയണത്, കാഷ് പട്ടേൽ വന്ന് പറയണത്, ബ്ലാക്ക് മെയിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈ സെക്സ് ടേപ്സും അതൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം, എല്ലാവരും അറിയണം, എപ്സ്റ്റീൻ സൂയിസൈഡാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തു പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഹെഡിങ് ആയിട്ട് കൊടുത്തോ. എപ്സ്റ്റീന് സൂയിസൈഡാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇത് നോക്കിയപ്പോൾ ഹി ഡൈഡ് ഫ്രം സൂയിസൈഡ്. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, if there is some guy or girl committing felons on an island and I am in charge, don't you think I will release it? അതായത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നില്ലേ ഞാനത് പുറത്ത് വിടുന്നു? നിങ്ങളെന്താ പറയുന്നത്? ഞാനത് പുറത്ത് വിടില്ല എന്നാ? ഞാനങ്ങനത്തെ ആളല്ല, ഞാനെല്ലാം പുറത്ത് വിടും. പക്ഷെ ബ്ലാക്ക് മെയിലും സെക്സ് ടേപ്സൊന്നും ഇല്ല. പിന്നെ എപ്സ്റ്റീൻ മരിച്ചത് സൂയിസൈഡ് വഴിയാണ്. ഇയാൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പണ്ടത്തെ പോഡ്കാസ്റ്റ് പണ്ടത്തെ പറഞ്ഞ കാര്യമില്ലേ, അതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതെന്താ ഇത് നീയല്ലേ, ഇത് നീ പറഞ്ഞതല്ലേ, അപ്പം അന്ന് നിനക്കെന്താ പ്രാന്തായിരുന്നാ, ഇതിനുള്ള മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ശരിക്കും പറയിപ്പിക്കണം. പക്ഷേ FBI ഹെഡാണ് പുള്ളി വിചാരിച്ച ഒരാളെ നൈസാക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. ജോ റോഗൻ്റെ പോഡ്കാസ്റ്റിന് പോയത് തന്നെ, ജോ റോഗൻ ഇപ്പോൾ ആ ഒരു സമയത്ത് ട്രംപിൻ്റെ മെയിൻ സപ്പോർട്ടറും അതുപോലെ അങ്ങനത്തെ ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കംഫർട്ടബിൾ ലെവലിലായതുകൊണ്ടാണ് പുള്ളി ആ ഒരു പോഡ്കാസ്റ്റിന് പോയത് തന്നെ. അതിനുശേഷം ജോ റോഗൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കേട്ടിട്ട് ആകെ അന്തം വിട്ടു, കാരണം ഇതെന്ത് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആളുടെ അടുത്ത് പുഷ് ചെയ്യാനൊന്നും പറ്റില്ല, ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ കൂടി കേട്ടിട്ട് ഇതെന്ത് ഇയാളിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചു എന്ന് ജോ റോഗൻ ഇയാൾ കഴിഞ്ഞിട്ട് വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കാഷ് പട്ടേലിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച്. അപ്പോൾ പുലി പോലെ വന്ന ആൾ ഇപ്പോൾ എലി പോലെ ആയിട്ടുണ്ട്, എന്തോ കണ്ട് പേടിച്ചതാണെന്നാണ് അമേരിക്കക്കാർ പറയുന്നത്, ശത്രുക്കൾ പറയുന്നത്. ഇനി അടുത്തൊരാൾ നിങ്ങൾക്ക് പരിചയപ്പെടാണ്ട്,
പാം ബോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്, അറ്റോർണി ജനറലാണ്. ഓക്കെ, ഷീ ഈസ് എ അറ്റോർണി ജനറൽ. ഈ അറ്റോർണി ജനറലിൻ്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് റിലേറ്റഡ് ടു ദ ലീഗൽ, അതായത് പ്രസിഡൻറ്റിനും ലീഗൽ അഡ്വൈസ് കൊടുക്കുക, അതേപോലെ ബാക്കിയുള്ള ഈ ലീഗൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ അറ്റോർണി ജനറലാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇവർ പ്രൊമോട്ട് ചെയ്തത്. FBI ഡയറക്ടർ കാഷ് പട്ടേൽ, അറ്റോർണി ജനറൽ വന്നിട്ട് പാം ബോണ്ടി. ഇവരുടെ ഒരു ടീമുണ്ടല്ലോ, ഇവരുടെ ടീം ഈസ് അൺസ്റ്റോപ്പബിൾ. ഇവരിനെ തട്ടിക്കാൻ പറ്റില്ല, ഇവർ പൊള്ളിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപിനെ ക്യാമ്പയിനും ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തിയത്. പുള്ളിക്കാരി വന്നിട്ട് മെയ് 2025 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവർ തന്നെ കുറേ കാര്യം പറയും, എന്നിട്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയും. ഇതന്നെയാണ് ട്രംപ് ആയാലും തന്നെ ട്രംപിൻ്റെ കൂടെയുള്ളവർ തന്നെ. മെയ് 2025 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 10s of thousands of വീഡിയോസ് ഉണ്ട്. എത്ര? 1-2 അല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് വീഡിയോസ് ഉണ്ട്. എപ്സ്റ്റീനും ഈ ചിൽഡ്രനുമായിട്ട്, ഈ അണ്ടർ ഏജ് ചിൽഡ്രനുമായിട്ടും ബാക്കിയുള്ള ഈ വേറുള്ള സെലിബ്രിറ്റീസ് ഇവരിനെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോസും ഉണ്ട്, എല്ലാം ഉണ്ട്. FBI ഈസ് ലിറ്ററലി റിവ്യൂയിങ് ഇറ്റ്. ഒരു 100 കണക്കിന് വിക്ടിംസും അതിലുണ്ട്, ആയിരക്കണക്കിന് അബ്യൂസേഴ്സും ഉണ്ട് അതിൽ, പെഡോഫൈൽസും എല്ലാവരും ആ ഒരു വീഡിയോസിലുണ്ട്. ബ്ലാക്ക് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇയാളുടെ ക്ലൈൻറ്റ് ലിസ്റ്റ് ഫുൾ അതിലാണ്. ആ ഒരു പേര് പറഞ്ഞത് തന്നെ ഈ പാം ബോണ്ടി എന്തുവാ, ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എല്ലാം റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. അതായത് ഇൻറ്റേർണൽ മെമ്മോ വരെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഈ പാം ബോണ്ടി വന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ മെമ്മോസ് ഇവർ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ മെമ്മോസ് അടിച്ചിറക്കുമല്ലോ. അതിൽ ഈ FBI-യും DOJ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, ഈ രണ്ടുപേരും കൂടെ ഈ സീസ് ചെയ്ത അസറ്റ്സ് ഉണ്ടല്ലോ, ഈ ട്രംപിൻ്റെ പല സ്ഥലത്തു നിന്നും അയാളുടെ വേറെ വീടിൽ നിന്നും ഇയാളുടെ എസ്റ്റേറ്റിൽ നിന്നും മറ്റ് സംഭവങ്ങളൊക്കെ ഈ പിടിച്ചെടുത്ത ഡിജിറ്റൽ മെറ്റീരിയലിൽ ആയിരക്കണക്കിന് വീഡിയോസിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. 1000s of വീഡിയോസ് എന്ന് ആ ഇൻറ്റേർണൽ മെമ്മോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക, ഈ കാഷ് പട്ടേലിൻ്റെ വാഗ്ദാനം പോലെ എല്ലാം പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പാം ബോണ്ടി പറയുകയാണേ, ക്ലൈൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇല്ല. ഇതൊക്കെ ലീഗലി സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. വിക്ടിമിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വിക്ടിമാണോ അല്ലേ എന്ന് തീരുമാനിക്കാണ്ട് നമ്മളെല്ലാ പേരും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇമേജും ഇല്ല, ഇമേജസും വീഡിയോസൊന്നും ഇല്ല. അല്ല, അപ്പം നിങ്ങളല്ലേ മറ്റേ മെയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് FBI-ൻ്റെ കയ്യിൽ ലിറ്ററലി ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് അതാരാണ്? അത് ഞാൻ തന്നെ. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇങ്ങനെ കോൺട്രഡിക്ഷനായിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത്. ഇതൊക്കെ ഇതെന്നൊക്കെ നമുക്കെന്താ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ദിസ് ഗോസ് ബിയോണ്ട് എവറി കൺട്രോൾ ഓഫ് അമേരിക്കൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊന്നും നിൽക്കണ കാര്യമല്ല. അത് ലോകം തന്നെ ഇല്ലാതാവും, അല്ലെങ്കിൽ ലോകം തന്നെ നശിക്കുന്നൊക്കെയാണ് മൈക്ക് ജോൺസൺ മറ്റേ സ്പീക്കർ പറയുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്ത് ഈ പാം ബോണ്ടി ഇതിനൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്നും ഒളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇത് ഫുള്ള് പ്രശ്നമായി. ഇത് ഇവർ മാറ്റി പറയുമ്പോൾ ഇതൊക്കെ കുറേ പ്രശ്നം. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിൽ ഫൂട്ടേജ് അങ്ങോട്ട് ഇറക്കി. മെട്രോപൊളിറ്റൻ കറക്ഷൻ ഫെസിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ല ന്യൂയോർക്കിൽ, ഇപ്പോൾ അത് ജയിലേ അല്ല, അതിന് പൊളിച്ചു എന്ന്, ആ ബിൽഡിങ് അവർ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞില്ല, തെളിവൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ബിൽഡിങ്ങില്ലേ, അതിലെ 2019 ഓഗസ്റ്റ് 10 എപ്സ്റ്റീൻ മരിക്കുന്നത്. ആ മരിക്കുന്ന ദിവസത്തെ വീഡിയോ ഫൂട്ടേജ് പുറത്തുവിട്ടു. 9 ക്യാമറയുണ്ട്, 7 വർക്കിംഗ് ഇല്ല, 1 വർക്കിംഗ് ഉണ്ട്, 2 വർക്കിംഗ് ഉണ്ട്. അതിൽ 1 ഈ ട്രംപിൻ്റെ ഫ്ലോറിലുള്ളത്. ട്രംപ് എന്ന് പറയുന്നത് എപ്സ്റ്റീൻ്റെ ഫ്ലോറിലുള്ളത്.
ഒരു ജയിലാണ് ന്യൂയോർക്കിൽ, ഈ ലോകത്തെ ഏറ്റവും വലിയ നഗരം അല്ലെങ്കിൽ ഏറ്റവും ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന ആ ഒരു കൺട്രിയിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഒരു ജയിലിൽ ക്യാമറയില്ല, ഒരൊറ്റ ക്യാമറ ഉള്ളൂ. അതൊരു ഫേസിങ് ഒരു പബ്ലിക് ഒരു കോമൺ ഏരിയ ഉണ്ട്. ആ കോമൺ ഏരിയ നോക്കിയിട്ടാണ് ആ ക്യാമറ വെച്ചിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എപ്സ്റ്റീൻ, ഞാനിങ്ങനെ ഇടയ്ക്ക് എപ്സ്റ്റീൻ ട്രംപ് മാറി മാറി പറയണ്ടേ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. എപ്സ്റ്റീൻ്റെ ജയിലിൻ്റെ പോണ വഴിക്കാണ് ഈ ഒരു ക്യാമറ ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയില്ല ആരോ വന്ന് എപ്സ്റ്റീനെ കൊന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോ തെളിവ് പിടിച്ചോ, നോക്കിക്കോ, ഇനി പറയും ഇയാൾ സൂയിസൈഡ് ചെയ്തതാണോ അല്ലേ എന്ന് നോക്കി പറയും. ആഹാ അത് നോക്ക്, എന്നാ പിടിച്ചോ ഫൂട്ടേജ് വന്നു. ഏറ്റവും വലിയ കോമഡി ആ ഫൂട്ടേജാണ്. കോഫീസിലിനെ അറിയില്ലേ? കോഫീസില്ല എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്, ശരിയായ ചങ്ങായ. പുള്ളി ഇങ്ങനെ സ്കാമൊക്കെയാണ് പുള്ളി കണ്ടുപിടിക്കുക. ഈ ഓരോ വലിയ വലിയ ആൾക്കാരുടെ സ്കാം, ലോഗൻ പോളിൻ്റെ സ്കാം, അതുപോലെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ സ്കാം, അതുപോലെ ഇങ്ങനെ കുറേ സ്കാം ഉണ്ട്. ഈ MLM സ്കീം പോലത്തെ സ്കീമുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീംസ്, പിന്നെ ഈ കോഴ്സ്, ഓരോ പറ്റിക്കുന്ന കോഴ്സ് ഇല്ലേ നമ്മുടെ അവിടെ ഉണ്ട്, അതുപോലെ അവിടെയും ഉണ്ട് കുറേ കോഴ്സ് വിൽക്കുന്ന ആൾക്കാർ. ക്രിപ്റ്റോ സ്കാംസ് വേറെ കുറേ ഇല്ലേ, അതുപോലത്തെ അങ്ങനത്തെ സ്കാമുകൾ. അപ്പോൾ ഇതൊക്കെ ഈ വിൽക്കണവരിനെയും പറ്റിക്കുന്നവരിനെയും ഈ മീം കോയിൻസൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരനൊക്കെ പറ്റിക്കില്ല, അതുപോലത്തെ പറ്റിക്കുന്നവരിനെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ആളാണ് കോഫീസില്ല. അറിയായിരിക്കും നിങ്ങൾക്ക്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ മെയിൻ ആളാണ് പുള്ളി. വോയിഡ്സ് ഇല്ല എന്നുകൊണ്ട് പുള്ളിയുടെ വേറൊരു സംഭവമുണ്ട് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നത്. അതിലൊരു കിടിലനൊരു റെപ്രസെൻറ്റേറ്റ് അതായത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ ഒരു മോഡൽ പോലെ ഉണ്ടാക്കി കറക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഒരു ക്യാമറ ഉണ്ട്, ആ ക്യാമറ ക്യാമറ ഫേസ് ചെയ്യുന്നത് ഒരു കോമൺ ഏരിയയിലേക്ക്. പക്ഷേ എപ്സ്റ്റീൻ്റെ ജയിൽ അതിൻ്റെ ഇപ്പുറത്താണുള്ളത്. വേണമെങ്കിൽ ഒരാൾക്ക് ഈ ക്യാമറ കാണാതെ അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് കയറാം. ഇത്രയും വിവരം ഈ FBI പോലും ഇല്ല. ഇത് പുറത്ത് വിട്ട പാമ്പോൻ്റെക്കും കാഷ് പറ്റേലുകാർക്കും കൂടി ഇല്ല ഈ വിവരം. ചെക്കൻ ഫുള്ള് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാ, ഇത് ഇങ്ങനെയാണ് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ അടി കൂടെ പോവുക, ആരും അറിയൊന്നുമില്ല, ഇത് ഈ കോമൺ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേതൊന്നുമല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഫുൾ പൊളിച്ചടുക്കി. കുറേ ന്യൂസുകാരും അതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, അതിപ്പോൾ ഒരാളല്ലേ, ഇതിപ്പോൾ ഏതോ ഒരു യൂട്യൂബർ വന്നിട്ട് വന്നിട്ട് അതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, വേണ്ട. 11:58 11 മണി 58 മിനിറ്റ് 58 സെക്കൻഡ് ടു 12 മണി മിഡ് നൈറ്റ് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1 മിനിറ്റ് വീഡിയോ ഈ മിഡ് നൈറ്റ് രാത്രി 12 മണി സമയത്ത് 1 മിനിറ്റ് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ആ മൊത്തം ഫുട്ടേജിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 മിനിറ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 3 മിനിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. മെറ്റാഡാറ്റ എന്ന് പറയില്ല, നമ്മൾ ഒരു നമുക്ക് കിട്ടി, അപ്പോൾ ഒരു വീഡിയോ കിട്ടി, ഇത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൽ ഈ CCTV എന്ന് പറഞ്ഞാൽ എഡിറ്റ് ഉണ്ടാവില്ലല്ലോ, ഒറ്റ സ്ട്രെച്ചിലുള്ള വീഡിയോ അല്ല, അതിന് ഇടയ്ക്ക് കട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എഡിറ്റഡ് ആണോ എന്ന് നോക്കിയപ്പോൾ ഇറ്റ്സ് എഡിറ്റഡ്. ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ 3 മിനിറ്റ് കാണാനുമില്ല. ഇതൊക്കെ കൂടി കണ്ടിട്ട്, അതായത് ഇവർ ഭയങ്കര ഞങ്ങൾ സൂപ്പറാണ്, ഞങ്ങൾ ഫുൾ ട്രാൻസ്പെറൻറ്റ്, ഞങ്ങൾക്ക് ഒരു തേൻ്റെയും പേടിയില്ല എന്നാ പിടിച്ചോ ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയതാണ്. അതിലേറെ തലവേദന. ഈ പണ്ടാരം മുഴുവൻ എഡിറ്റ് ചെയ്ത് ഇതിനെ കുറേ ഒരു മിനിറ്റ് ഒന്നും കാണാനില്ല, മൊത്തം 3 മിനിറ്റ് കാണാനില്ല. പിന്നെ വേറെ വഴിയുണ്ട് എപ്സ്റ്റീൻ്റെ ജയിലിലേക്ക് പോകാൻ. അപ്പോൾ ഇത് സംഭവം എപ്സ്റ്റീൻ്റെ സെല്ലിലേക്ക് വേറെ വഴി കൂടെ പോകാമെന്ന് വരെ ആൾക്കാർ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ ഈ സിനിമയിലും സീരീസിലൊക്കെ FBI എന്നൊക്കെ പറഞ്ഞാൽ FBI സീനാണ് കേട്ടോ നമ്മൾ വിചാരിക്കും.
സീനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ അടുത്തായിട്ട് തിരി പാളനാണ് ആ ടൈലർ റോബിൻസൻ്റെ കാര്യത്തിലും എല്ലാത്തിലും. ട്രംപിനെ വെടിവെച്ച ആളുടെ കാര്യത്തിലായാലും ടൈലർ റോബിൻസൺ മറ്റേ ചാർലി കിർക്കിനെ വെടിവെച്ച ആളുടെ കാര്യത്തിലായാലും മൊത്തം ഒരു പാളലാണ്. ഒരു ബന്ധമില്ല. അമേരിക്കക്കാരെന്നെ പറയാൻ തുടങ്ങി എന്ത് തേങ്ങയാണ് ഇത് ചെയ്യണതെന്നായി ഇപ്പം എല്ലാവരും. ഇപ്പം കാഷ് പറ്റേൽ തന്നെ പുല്ല് വരികയാണ് ഇപ്പോൾ. കാരണം ഇങ്ങനത്തെ ഓരോ തോന്നിവാസം ചെയ്തു പോകണം. ചാർലി കിർക്ക് ഇവരുടെ ആളാണ്, ട്രംപിൻ്റെ മെയിൻ ആളാണ് ചാർലി കിർക്ക്. അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ പോലും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അതിൽ ഫുൾ ലൂപ്പോൾസാണ്. ഒരു ചാറ്റൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് ഇപ്പം ഈ ചാറ്റ് GPT ഇട്ട പോലെ. ഈ തോക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണ് എല്ലാവരോടും പറയണം, ഞാനാണ് ചാർലി കിർക്കിനെ കൊന്നത്. ആർക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ശരിയായ ഫ്രെയിമിങ്. അപ്പോൾ ഇതാണ് സംഭവം. മുഴുവൻ നുണകളുടെ ഒരു കൂമ്പാരം. ഇവർ ഇറക്കണ മുഴുവൻ നുണ, ഇവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇല്ലാത്തത്. ഇവർ ഒരിക്കൽ എല്ലാം ചെയ്തു തരാൻ പറയും, എന്നിട്ട് ഒരു കോപ്പും ചെയ്യില്ല. കാരണം അവർ കൊണ്ട് പറ്റില്ല. ഇത് അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ലത്. ഇത് ലോകത്ത് ആരൊക്കെ ഉണ്ട്? പ്രിൻസ് ആൻഡ്രൂ, ഇലോൺ മസ്ക്, പീറ്റർ തീൽ, എല്ലാവരും, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അതാണ് ഇതിൻ്റെ വേറൊരു സംഭവം. ഇതിലിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ആൾ മാത്രമാണെങ്കിൽ ഇവർ മറ്റേ എതിർ പാർട്ടിക്കായിട്ട് ഇത് പുറത്തു വിടും. ഇതിപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കും ഇത് പുറത്തുവിടാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ തിണ്ടികളും ഉണ്ട്. അത് പല രീതിയിലുണ്ട്. ചിലവർ ഈ സെക്സ് പാർട്ടീസിൽ പോയ ആൾക്കാരുണ്ട്, ചിലവർ വേറെ എപ്സ്റ്റീനെ കൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച ആളുണ്ട്, മൊസാഡുമായിട്ട് ലിങ്ക് ചെയ്ത ആൾക്കാരുണ്ട്, ഇസ്രയേലായിട്ട് ലിങ്ക് ചെയ്ത എഹൂദ് ബറാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പണ്ടത്തെ പ്രൈം മിനിസ്റ്റർ ഇസ്രയേലിൽ. ഇയാളിട്ട് ഭയങ്കര കണക്ഷനാണെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, FBI ഈസ് നോട്ട് സ്മാർട്ട് എനിമോർ ലൈക്ക് വി യൂസ് ടു സീ ഇൻ ദ മൂവീസ് ആൻഡ് സീരീസ്. സിനിമയിലും സീരീസിലൊക്കെ FBI എന്ന് പറഞ്ഞാൽ പൊള്ളി. അവർ മറ്റേ കേസ് എടുത്ത കുറ്റവാളി പിടിച്ചു എന്ന് എഴുതി വെച്ചോ എന്നുള്ള സീനിലല്ലേ ഇവർ എപ്പോഴും വരിക. പക്ഷെ ഇങ്ങനത്തെ ഓരോന്നാണ് ഇവർ ചെയ്യുന്നത്. ഫൂട്ടേജ് ഡ്രാമ പൊളിഞ്ഞു. ഓക്കെ, പിന്നെയാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ ജൂലൈയിൽ ആണ് നടക്കുന്നത്. കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപ് അടിച്ച് പിരിഞ്ഞ് മസ്ക് ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. ഈ എപ്സ്റ്റീൻ ഫയൽസ് എല്ലാം പുറത്ത് വിടാത്ത കാരണം നിങ്ങൾക്ക് അറിയോ? അത് ഇയാൾ ഈ ട്രംപ് ഇതിലുള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിലീറ്റഡ് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ ഒന്നിച്ചു വീണ്ടും. എന്താ ചെയ്യുക? ഈ അവസാനം കൂടെ ഉള്ളവൻ തന്നെ പറഞ്ഞു, ഇയാളുള്ളതുകൊണ്ടാണ് ഇത് വിടാത്തത് എന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ വാൾ സ്ട്രീറ്റ് ജേർണലാണെന്നോ വാഷിങ്ടൺ പോസ്റ്റോ ഇത് എങ്ങനത്തെ ഏതോ ഒരു മീഡിയ ഹൗസ് ഈ ട്രംപ് എപ്സ്റ്റീൻ്റെ ബർത്ത്ഡേക്ക് എഴുതിയ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു അവർ തമ്മിലുള്ള ഒരു സംഭവം, ഈ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം എഴുതിയത് ഒരു സംഭവം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ട്രംപ് അവരിൻ്റെക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരും. ഇപ്പോൾ ഇവർ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്ത് ഇത് പെട്ടെന്ന് പുറത്ത് വിടണം, 30 ദിവസത്തിനുള്ളിൽ ഇത് പുറത്ത് വിടണം എന്ന് ഇവർ തീരുമാനിച്ചു എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഇത്രയും കാലം ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമല്ലേ? അതായത് ഇപ്പോൾ ഇവർ ധൃതി പിടിച്ചിട്ട് ഇതാവും എല്ലാവരും ഞങ്ങൾക്കിതിലൊന്നും ഒളിക്കാനില്ല, ഞങ്ങൾ കോൺഗ്രസ് അപ്രൂവ് ചെയ്യാണ്, ഇനി പ്രസിഡൻറ്റിൻ്റെ ഇനി അതായത് ഇവർ ഈ ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വോട്ട് ചെയ്ത് പാസ് ചെയ്തു. ഇനി അത് പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് പോകും. ട്രംപ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്ര കാലം ഇവർ എന്ത് ചെയ്തു?
കുറേ കാലമുണ്ടല്ലോ, കുറേ സമയം ഉണ്ട്. ഇത് നവംബർ വരെയായി. അപ്പോൾ ഇത്ര കാലം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത് ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് ആരൊക്കെയാണ് ഇത് പുറത്ത് കൊണ്ടുവരാൻ നോക്കിയത്, ആരാണ് ഇത് സ്റ്റോപ്പ് ചെയ്ത് മാത്രം പറഞ്ഞു പോവുക. ആദ്യത്തെ സംഭവം സെനറ്റിൽ വെച്ചിട്ട് 2025 സെപ്റ്റംബറിൽ ചക് ഷൂമർ എന്ന് പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളുണ്ട്. പുള്ളി ഒരു സംഭവം കൊണ്ടുവന്നു, അമെൻമെൻറ്റ് ടു ദ ഡിഫൻസ് ബിൽ. അതായത് ടു ഫോഴ്സ് റിലീസ് ഓൾ ദ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് എപ്സ്റ്റീൻ്റെ എല്ലാ ഫയലും പുറത്ത് വിടുക എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്നു. അത് റിപ്പബ്ലിക്കൻസ് ബ്ലോക്ക് ചെയ്തു, ട്രംപിൻ്റെ പാർട്ടിക്കാർ ബ്ലോക്ക് ചെയ്തു. 51 വോട്ട് ഇത് പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞിട്ട് വന്നു, 49 വോട്ട് വിടണം എന്നിട്ട് വന്നു. അത് ക്യാൻസലായി. അതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് ഈ ഡെമോക്രാറ്റ്സിൻ്റെ. അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം മതി. ഇവിടെയും ഇപ്പം അങ്ങനെ തന്നെ അല്ലേ, BJP കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞാൽ വോട്ട് ചോരി പറഞ്ഞാൽ BJPക്കാർ അതിനെന്തെങ്കിലും കുറ്റം പറയും, BJPക്കാർ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവരെ കുറ്റം പറയും തന്നെ. അതായത് ഇതൊരു ആരിപ്പോൾ ഇപ്പോൾ ഈ ചക് ഷൂമറിൻ്റെ ഈ ഒരു ബില്ല് അന്ന് പാസ്സായെങ്കിൽ ഡെമോക്രാറ്റ്സ് ട്രംപിൻ്റെ എതിർ പാർട്ടിക്കാർ കൊണ്ടുവന്ന ഒരു ബില്ല് കാരണമാണ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്ത് വന്നത് എന്നുള്ളൊരു ഇതാവും. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, അതൊന്നും ഇവിടെ സമ്മതിക്കില്ല പറഞ്ഞിട്ടാണ് ഇവർ അന്ന് അതിനെ ബ്ലോക്ക് ചെയ്തത്. സെപ്റ്റംബർ 2025, അധികം സമയമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ജൂലൈയിൽ ഇതേപോലെ 2025 ഫിനാൻഷ്യൽ ഫയൽസ്, അതായത് ഈ എപ്സ്റ്റീൻ്റെ ഈ ഫിനാൻസ് പരിപാടി ഉണ്ട്. ഇയാൾ ഒന്നാമത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറാണ്, ഇയാൾ ഒരുപാട് പൈസക്കാരൻ്റെ പൈസയും എല്ലാം ഹാൻഡിൽ ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് മുഴുവൻ റിലീസ് ചെയ്യും. ഹൗസ് ഫിനാൻസ് കമ്മിറ്റിയുടെ മുന്നിൽ ഇയാളുടെ ഫൈനാൻഷ്യൽ ഫയൽസ് മുഴുവൻ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി പറ്റിയ റഷീദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൊണ്ടുവന്നൊരു സംഭവം. അത് ഈ ബാങ്കിങ്ങും ഈ ഫിനാൻഷ്യലായിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ പുറത്ത് വരണമെന്ന് പറഞ്ഞിട്ട് അതിനെയും റിപ്പബ്ലിക്കൻസ് എതിർത്തു. കാരണം അപ്പോഴും അവർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് പോകുന്നുള്ള രീതിയിൽ അവരതിനെ എതിർത്തു. അത് കഴിഞ്ഞിട്ട് ജനുവരി 2025 തന്നെ ഈ ഡെമോക്രാറ്റ്സ് ഇതിനെ എതിർത്തിട്ടുണ്ട്. അതായത് റിപ്പബ്ലിക്കനായിട്ടുള്ള മാർഷ ബ്ലാക്ക്ബേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൊണ്ടുവന്ന് ഈ അവരുടെ ഫ്ലൈറ്റ് ലോഗ്സ് എല്ലാം പുറത്ത് വിടണം. ഫ്ലൈറ്റ് ലോഗ്സ്, എപ്സ്റ്റീൻ്റെ ഫ്ലൈറ്റ് ലോഗ്സ് അല്ലെങ്കിൽ ഐലൻഡിലേക്ക് പോയ ഫ്ലൈറ്റ് ലോഗ്സ് മുഴുവൻ പുറത്ത് വരണം എന്ന് പറഞ്ഞിട്ട് സബ്പീന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഈ ഡിക് ഡർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെമോക്രാറ്റാണ് ഇതിനെ മെയിനായിട്ട് എതിർത്തത്. അയാൾ ചെയർ ഓഫ് ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാളാണ് ഇതിനെ എതിർത്തത്. അവർ എതിർക്കാനുള്ള കാരണം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ബിൽ ക്ലിൻ്റനെയും അതേപോലെ വേറുള്ള ഡെമോക്രാറ്റ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കരുവായി തേക്കാനുള്ളൊരു ശ്രമമാണെന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്തു. അപ്പം ഇതിനെ ഇങ്ങനെ അവരെതിർക്കും അവരെതിർക്കും. ഇതിനെ അങ്ങനെ ഇന്ന പാർട്ടി എന്നൊന്നും എല്ലാവരും ഇത് വരരുത്, എല്ലാവർക്കും ഒറ്റ ഇതുള്ളൂ, ഇത് വരരുത് എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്ത് വിട്ടാൽ ട്രംപിന് പണി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് പുറത്ത് 12-ാം തീയതി ഈ ഡെമോക്രാറ്റ്സ് ഇത് പുറത്ത് വിട്ടത്. നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞു. ഇതുവരെ കുറേ ഇത് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നവംബർ വരെ രണ്ടുപേരും ഇതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ ഈ ഒരു ബില്ല് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും പുറത്ത് വിടണം എന്ന് പറയുമ്പോൾ ഇവർ എതിർക്കും, കുറച്ച് അവരെതിർക്കും ഇവരെതിർക്കും തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവസാനം ഈ 12-ാം തീയതി പുറത്ത് വിട്ടപ്പോൾ കളി മാറി. ഒരു നിയമമുണ്ട് ഈ അമേരിക്കൻ കോൺഗ്രസ്സിൽ. 212 പേര് ഒരുമിച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ അതൊരു 218 പേര് മെമ്പേഴ്സ് മിനിമം, അവിടെ 400 സംതിങ് ഉണ്ട് മൊത്തം ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവ്സ് കോൺഗ്രസ്സിൽ. അതിൽ 218 പേര് സൈൻ ചെയ്ത ഒരു ഫോഴ്സ് വോട്ടിംഗ് ഒരു സംവിധാനം അവിടെയുണ്ട്. ഫോഴ്സ് വോട്ട് ചെയ്യുക, ഇങ്ങനൊരു പുതിയൊരു ആക്ട് പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് സൈൻ ചെയ്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്നത്. ഈ ഇൻ്റർനെറ്റ് ഔട്ടേജും മറ്റേ സൗദിക്കാർ വന്നിട്ട് $1 ട്രില്യൺ തരാമെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം മുഴുവൻ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അതായത് ബേസിക്കലി ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒന്നിച്ചു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതെന്ത് സംഭവിച്ചു? ഈ ഇമെയിൽ മുഴുവൻ പുറത്ത് വിട്ടപ്പോൾ അത് ട്രംപ് എന്തുണ്ടെങ്കിലും സമ്മതിക്കില്ല. ട്രംപിൻ്റെ മെയിൻ ആളാണ് മൈക്ക് ജോൺസൺ എന്ന് പറഞ്ഞിട്ടൊരാൾ, സ്പീക്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തു വിടാൻ പറ്റില്ല, ഇത് പുറത്തു വിട്ടാൽ ലോകം അവസാനിക്കും, ഇത് ലോകത്തിനുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ആണിത് എന്നാണ് പുള്ളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും എതിർത്തിട്ട്
218 പേര് സൈൻ ചെയ്തിട്ട് അവസാനം 30 ദിവസം സമയം തരാം, മര്യാദയ്ക്ക് ഇത് പുറത്ത് വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം കോൺഗ്രസ്സിൽ അവർ ആ വോട്ട് ചെയ്ത് പാസ്സാക്കി. എല്ലാവരും വോട്ട് ചെയ്തു. ഒരാളെന്തോ മാറ്റി വോട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും വോട്ട് ചെയ്തിട്ട് അത് പാസ്സാക്കി. അടുത്ത ദിവസം തന്നെ നവംബർ 19 തന്നെ ഡൊണാൾഡ് ട്രംപ് സൈൻ ചെയ്തു. അതായത് പ്രസിഡൻറ്റ് സൈൻ ചെയ്തു. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഒരു സംഭവം എല്ലാവരും വോട്ട് ചെയ്ത് പാസ്സാക്കിയിട്ട് നേരെ പ്രസിഡൻറ്റിൻ്റെ ടേബിളിലേക്ക് പോവും. പുള്ളിയും സൈൻ ചെയ്താൽ അത് പാസ്സാവും. അപ്പോൾ പുള്ളിക്ക് സൈൻ ചെയ്യാൻ പറ്റാണ്ട അവസ്ഥയായി, പെട്ടു. ഇവർ ഒന്നിക്കുന്ന ഇയാളും വിചാരിച്ചില്ല. ഇതെല്ലാവരും കൂടി ഒന്നിച്ചപ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല. സ്പീക്കറിനെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ നോക്കി, ഇത് ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്നൊക്കെ, ആരും കേട്ടില്ല. എല്ലാവരും ഒന്നിച്ചപ്പോൾ ഇനി വേറെ വഴിയില്ല. ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച വരെ അല്ലെങ്കിൽ ഇതിൻ്റെ തലേ ദിവസം വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ ഹോക്സാണ്, ഈ എപ്സ്റ്റീൻ്റെ ഫയൽസ് ഒന്നും ഇല്ല, നിങ്ങൾ വെറുതെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വേറെ എന്തെങ്കിലും പറയടേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് എല്ലാം സൈൻ ചെയ്തോ, ഓക്കെ എപ്സ്റ്റീനെങ്കിൽ എപ്സ്റ്റീൻ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മാറി. 4D ചെസ്സാണെന്നൊക്കെയാണ് ട്രംപ് സപ്പോർട്ടേഴ്സ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നില്ല, പെട്ടു, അതാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ പറയുന്നത്, ട്രംപിൻ്റെ മാഗ ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്നത് ട്രംപ് ഈസ് ആക്ച്വലി പ്ലേയിങ് 4D ചെസ്. അതായത് ട്രംപ് ആക്ച്വലി ഇവരിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നാൽ പിന്നെ ഇത് നേരത്തെ ചെയ്യിപ്പിച്ചൂടെ? ഇയാൾക്ക് വേണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എടുത്തിട്ട് ട്രംപ് എപ്സ്റ്റീൻ ഫയൽസ് മുഴുവൻ ഞാൻ ഇറക്കുകയാണെന്ന് പറഞ്ഞിട്ട് ട്രംപിന് വേണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കാം. അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് 4D ചെസ് അല്ല. ഈ കോൺഗ്രസ്സിലുള്ള ആൾക്കാർ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി ഇയാൾ 4D ചെസ് കളിച്ചു എന്നൊക്കെയാണ് ട്രംപിന് സപ്പോർട്ടേഴ്സ് പറയുന്നത്. ഇത് ഒരു ബ്രെയിൻ വാഷ്ഡ് പീപ്പിൾ, നമ്മുടെ അന്ധഭക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ആൾക്കാരാണ് അവിടുത്തെ മാഗക്കാർ. എന്ത് കുറ്റം ചെയ്താലും കുറ്റം പറയില്ല, ഫുള്ള് അതിനെങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് അതിനെ എന്താ പറയുക, ഇത് എൻ്റെ നേതാവ് സൂപ്പർ എന്ന് പറയുന്ന ആ ഒരു ഇതില്ല. അതായത് നിങ്ങളൊരാൾ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടീനെ സപ്പോർട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല, പക്ഷെ അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതൊരു മിസ്റ്റേക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, അതല്ലേ ഒരു മര്യാദ. അങ്ങനെ പറയുമ്പോൾ അല്ലേ അവരത് നന്നാക്കി അടുത്ത തവണ അങ്ങനെ ചെയ്യാതിരിക്കുക. അല്ലാണ്ട് ഇവർ എന്ത് ചെയ്താലും ഇവരുടെ മൂട് താങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടീനെ അതിൻ്റെ അനുഭാവി ആയിക്കോട്ടെ, അത് സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ, അത് ആ ഒരു ഐഡിയോളജിയിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യണ ആളായിക്കോട്ടെ, പക്ഷെ അവരൊരു മണ്ടത്തരോ അല്ലെ അവരൊരു തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാർട്ടിയും ഇല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളും ഇല്ല. അപ്പോൾ ഇവരിനെ ഇങ്ങനെ ദൈവം പോലെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. അതായത് എൻ്റെ നേതാവ് ദൈവമാണ്, ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല, ഹീസ് നോട്ട് ഈവൻ എ ഹ്യൂമൻ, ഹീസ് എ ഗോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ആണ് ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരുന്നത്. അതാണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു മോഡേൺ ഇപ്പം നടക്കുന്ന ഒരു സംഭവം, മോഡേൺ പൊളിറ്റിക്സ്. അതിപ്പോൾ ഇന്ത്യയിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്. ഇത് നൈസാണ്. ഇങ്ങനൊരു പരിപാടി എത്തിച്ചു കഴിഞ്ഞാൽ ഈ കുറേ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് കളിച്ചിട്ടും ഈ കുറച്ച് ആൾക്കാരിനെ ഭയങ്കര സപ്പോർട്ടേഴ്സ് ആക്കിയിട്ടും ബ്രെയിൻ വാഷ് ചെയ്ത് ഇവർ ഭയങ്കര ഈ നോർത്ത് കൊറിയയിൽ കിമ്മണ്ണൻ ചെയ്യുന്ന പരിപാടി, ഇയാളെന്തോ ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിപ്പിച്ച് അവസാനം ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല. ഇയാളെ കുറ്റം പറഞ്ഞാൽ ആൻറ്റി നാഷണലായി, ഇയാളെ കുറ്റം പറഞ്ഞാൽ അൺഅമേരിക്കനായി അല്ലെങ്കിൽ ആൻറ്റി അമേരിക്കനായി എന്നൊക്കെ പറയും അമേരിക്കക്കാർ, നമ്മുടെ അവിടുത്തെ ആൻറ്റി നാഷണൽ പോലത്തെ. ഇപ്പോൾ ഓഫ് ടോപ്പിക്കിൽ പോകുന്നില്ല, മടങ്ങി വന്നാൽ 30 ദിവസം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിന് 30 ദിവസം കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ് നോട്ട് ചെയ്തോ, ഡിസംബർ 19 അത്രേ ഉള്ളൂ. ഡിസംബർ 19 ഉള്ളിൽ ഈ സാധനം വരും. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും അങ്ങനെ ഇപ്പോൾ ഇവർ പുറത്ത് വിടുമോ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. ഇത്ര കാലം ഇവർ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കെണിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, എന്തായാലും ബാക്ക് ഡോർ ഉണ്ടോ, എന്തെങ്കിലും ഇവർ ഒളിപ്പിക്കുന്നുണ്ടോ, ഇവരിത് പുറത്ത് വരാതിരിക്കാൻ ഇവർ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു ബന്ധമില്ലാണ്ട് കുറച്ച് ദിവസം മുന്നേ പാം ബോണ്ടി വന്ന് പറഞ്ഞിട്ടുണ്ട്,
Trump ordered Pam Bondi to open new investigation into Epstein. അതായത് പ്രസിഡൻറ്റ് അറ്റോർണി ജനറൽ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എപ്സ്റ്റീൻ്റെ കാര്യത്തിന്. എന്തിനാണ്? ബിൽ ക്ലിൻ്റൺ, റീഡ് ഹോഫ്മാൻ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ്റെ കോ ഫൗണ്ടറാണ്. ഇയാളുടെ റീഡ് ഹോഫ്മാനും ഈ ബിൽ ക്ലിൻ്റൺ, പണ്ടത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ഒക്കെ ആയിട്ട് കുറേ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുതിയ റിവീലിങ്സ് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് കേസും എടുത്തിട്ടുണ്ട്. അവർ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത്. ഇൻവെസ്റ്റിഗേഷനിൽ അണ്ടറിലാണെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് റിഡാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് വിത്ത്ഹെൽഡ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാം റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ കുറച്ച് കേസുകളുടെ കാര്യം, ബിൽ ക്ലിൻ്റൺ മറ്റേ ബ്ലോ ജോബ് കേസാണോ അറിയില്ല, ബിൽ ക്ലിൻ്റൻ്റെ കാര്യവും റീഡ് ഹോഫ്മാൻ ഈ ലിങ്ക്ഡിൻ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഒരു ജോലിയൊക്കെ തപ്പണ ഒരു വൃത്തിയായിട്ട വെബ്സൈറ്റ് ഇതല്ല, ആ വെബ്സൈറ്റിൻ്റെ കോ ഫൗണ്ടറിൻ്റെ കാര്യവും ആ കേസും ബിൽ ക്ലിൻ്റൻ്റെ കേസും വേറെ കുറച്ച് കേസുകളൊക്കെ നിങ്ങളൊന്ന് പുതിയതായിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് അവർക്കറിയാം ഇത് കോൺഗ്രസ്സിൽ പാസ്സാവാൻ പോവുകയാണ്, നമുക്കിനി ഇതിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി, ട്രംപിന് മനസ്സിലായി. എന്നിട്ട് അവർ തന്നെ ഒരു പുതിയ സാധനം ഉണ്ടാക്കി, ഞങ്ങൾ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇനി 30 ദിവസം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്താലും എവിഡൻസ് ഒന്നും റിലീസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആവശ്യമുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് ഫുള്ള് മറ്റേ ആദ്യം ഫേസ് 1 ഫെബ്രുവരിയിൽ ഇറക്കിയില്ലേ, അതേപോലത്തെ ഡോക്യുമെൻ്റാണ് ഇവർ വീണ്ടും ഇറക്കാൻ പോകുന്നത്. ഇതൊരിക്കലും വരാൻ പോകുന്നില്ല. പ്രൈവസി ഓഫ് വിക്ടിംസും പ്രൊട്ടക്ഷൻ ഓഫ് പ്രൈവസി ഓഫ് വിക്ടിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യാനാണ് ഇവരുടെ പരിപാടി. വേറൊരു കാര്യം കൂടി ഉള്ളത്, 30 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ DOJ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പറയാണ്, ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റില്ല, സൗകര്യമില്ലടോ, പറ്റില്ല എന്ന് ഈ കോൺഗ്രസ്സിൽ വന്നിട്ട് അറിയിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. അമേരിക്കൻ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അമേരിക്കൻ സിസ്റ്റം ഭയങ്കര ഒരു കോംപ്ലക്സാണ്. അത് നമ്മുടെ അടുത്ത പോലെ അതിന് ഈസിയൊന്നുമല്ല. നമ്മുടെ അവിടെ ഇപ്പോൾ എന്താ ലോക്സഭ, രാജ്യസഭ, അതാണ് സെൻറ്ററിലുള്ളത്. പിന്നെ ഇവിടെയൊക്കെ എല്ലാവിടെയും ഓരോ അസംബ്ലി അങ്ങനത്തെ. അപ്പോൾ അവിടെ അങ്ങനെയല്ല, അവിടെ വേറെ തന്നെ ഒരു സംഭവമാണ്. DOJ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അറ്റോർണി ജനറൽ, നമ്മുടെ അവിടെ അങ്ങനത്തെ അറ്റോർണി ജനറൽ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. സുപ്രീം കോടതി ജസ്റ്റിസ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു നിയമം വെച്ച് ഇൻ എ ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂ, ഇഫ് DOJ refuses on December 19th to release the Epstein files, there is nothing much the Congress and the representatives of the Congress can do on that. അതായത് അപ്പോൾ അവർ ചെയ്യാൻ പറ്റില്ല, പോയി പണി നോക്കണമെന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് പോകാനേ പറ്റുള്ളൂ ഇത്. അപ്പോൾ മിക്കവാറും ഒന്നിങ്ങി അങ്ങനെ പറയും, അല്ലെങ്കിൽ ഫുള്ള് ഇവരുടെ കാര്യങ്ങളൊക്കെ മറച്ചിട്ട് ചെയ്യും. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റും, അതിനെതിരെ കേസ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ കൊല്ലങ്ങളെടുക്കും. എപ്സ്റ്റീൻ്റെ ഒരു അനിയനുണ്ട്, മാർക്ക് എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ട്. മാർക്ക് എപ്സ്റ്റീന് ഒരു ന്യൂസിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇവർ ഇപ്പോൾ ഇത് മുഴുവൻ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകളും അതേപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുകളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഏതോ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എപ്സ്റ്റീൻ്റെ അനിയൻ മാർക്ക് എപ്സ്റ്റീൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫുട്ടേജസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒന്നും വരാൻ പോകുന്നില്ല, വന്നാലും എല്ലാം ഇവർ മറച്ചിട്ടിരിക്കും ചെയ്യാം. പിന്നെ ഈ ആദ്യം പറഞ്ഞ പാമ്പോണ്ടി പറഞ്ഞ വീഡിയോസ് വരുമോ? വീഡിയോസ് ഒരിക്കലും വരാൻ പോകുന്നില്ല. അതിപ്പോൾ ഇൻട്രോഗേഷൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, ഇവരിനെ ചോദ്യം ചെയ്തപ്പോഴുള്ള വീഡിയോസ് ആയിക്കോട്ടെ, ഈ പീഡിപ്പിച്ച വീഡിയോസ് ആയിക്കോട്ടെ, അതെന്തായാലും വരാൻ പോകുന്നില്ല.
അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് അണ്ടർ ഏജ് പോണാണത്. അതൊരിക്കലും വരാൻ പോകുന്നില്ല. അതിന് മുമ്പ് എങ്ങനെ അതിപ്പോൾ പുറത്ത് വിടാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ അതിൽ ആരൊക്കെയാണെന്നുള്ളതെങ്കിലും പുറത്ത് വിടാൻ പറ്റാൻ അതും പറ്റില്ല. കാരണം വീഡിയോസ് മുഴുവൻ എന്തായി, അതായത് ഇറ്റ് ഫീൽസ് ലൈക്ക് ദ ഹോൾ വേൾഡ് ഈസ് റൺ ബൈ പെഡോഫൈൽസ്. ഈ പെഡോഫൈൽസും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുമാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നതും അതുപോലെ ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണ് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും. ഇത് തന്നെയാണ് ബേസിക്കലി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മെയിൽസിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് മെയിലുകളുണ്ട്, ഒരു 8 മെയിലുകളുണ്ട് നമുക്ക് നോക്കാനുള്ള. അതിൽ ആരൊക്കെ എന്തിനൊക്കെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ നോക്കാം. അതുപോലെ ഇസ്രായേൽ കണക്ഷനും ഇന്ത്യൻ കണക്ഷനും. ഇസ്രായേലും മൊസാഡൊക്കെ ആയിട്ടുള്ള കണക്ഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്, പക്ഷേ കുറച്ചും കൂടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്, എന്താ ഇന്ത്യയും എപ്സ്റ്റീനുമായിട്ട് എന്താ ബന്ധം, അതും നമുക്ക് നോക്കാം. എല്ലാ മെയിലുകളും ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആദ്യത്തെ 3 ഇമെയിൽ നമ്മൾ ഡെമോക്രാറ്റ്സ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു 3 മെയിൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുതന്നെ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് മെയിൽ, ഓക്കെ, ഇത് ഏപ്രിൽ 2 2011 ഓക്കെ അയച്ചതാണ്. ഗിസ്ലൈൻ എപ്സ്റ്റീൻ അയച്ച മെയിലാണ്. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അത് ആദ്യം വായിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഐ വാണ്ട് യു ടു റിയലൈസ് ദാറ്റ് dog that hasn't barked is Donald Trump. Victim. ഓക്കെ, വിക്ടിം എന്ന് ആദ്യം റിഡാക്ട് ചെയ്തിട്ടാണ് ഡെമോക്രാറ്റ്സ് അയച്ചത്. പക്ഷേ മറ്റേ റിപ്പബ്ലിക്കൻസ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 20,000 ഇമെയിൽ അയച്ചില്ല. അതിൽ ഈ സെയിം ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൽ ഈ വിക്ടിം എന്നുള്ളതിനെ വെർജീനിയ ജുഫ്രെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിക്ടിം ഉണ്ട്. അതിപ്പോൾ പറഞ്ഞു തരികയാണെങ്കിൽ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ഈ ഇംഗ്ലണ്ടിലെ ഒരു രാജകുടുംബത്തിലെ ആളാണ്. പുള്ളി എപ്സ്റ്റീൻ്റെ കൂടെ ഒരു 10,000 തവണ വന്നിട്ടുണ്ടെന്നോ ഐലൻഡിലൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ള എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രിൻസ് ആൻഡ്രൂയ്ക്കെതിരെ മെയിനായിട്ട് പറഞ്ഞ ഒരു സാക്ഷി അല്ലെങ്കിൽ മെയിനായിട്ട് ഒരു വാദം കൊടുത്തത് വെർജീനിയ ജുഫ്രെ എന്ന് പറഞ്ഞിട്ടുള്ള വിക്ടിമാണ്. അപ്പോൾ പുള്ളിക്കാരിനെ അണ്ടർ ഏജ് ആയിരിക്കുമ്പോൾ ഇവർ സെക്സ് ട്രാഫിക് ചെയ്തിട്ടുണ്ടെന്നും ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് പരാതി. വെർജീനിയ ജുഫ്രെ ഈ കൊല്ലം ഏപ്രിലിൽ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അവളുടെ അച്ഛൻ പറയുന്നതും അങ്ങനെ മരിക്കുകയൊന്നുമില്ല, സൂയിസൈഡോ അങ്ങനെ എന്തോ ആയിരുന്നു, എന്തോ ഒരു ഇത് പെട്ടെന്ന് ഇങ്ങനെ മരിക്കുകയാണ്. അറിയാമല്ലോ എങ്ങനെ മരിക്കുന്നത്. അതിനെക്കുറിച്ചും ഞാൻ ആ ഫസ്റ്റ് വീഡിയോ മുന്നത്തെ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അച്ഛൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അവൾ മരിക്കുകയൊന്നുമില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെർജീനിയ ജുഫ്രിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വെർജീനിയ ജുഫ്രി ഹാസ് spent hours at my house with him എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ്. He has never once been mentioned to police chief and etc. I am 75% there. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡോഗ് ഹാസ് ഇൻ ബാർക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവർ ഇതിൽ പറയുന്നു. ഡൊണാൾഡ് ട്രംപിന് വെർജീനിയ ജുഫ്രേനെയും അറിയാം. വെർജീനിയ ജുഫ്രെ ഇങ്ങനെ സെക്സ് ട്രാഫിക് ചെയ്ത ആളാണെന്നും ഇവർ 2 പേരും കൂടെ എൻ്റെ വീട്ടിൽ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ട് എന്നും ഞാൻ അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു, അപ്പോഴൊക്കെ അവർ 2 പേരും ഒരുമിച്ചായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഡോഗ് ഹാസ് ഇൻ ബാർക്ക്ഡ് അവർ ഉദ്ദേശിച്ചത് ഈ വെർജീനിയ ജുഫ്രെ സാക്ഷിയും മൊഴിയും കൊടുത്തല്ലോ കുറേ ആൾക്കാർക്കെതിരെ. എപ്സ്റ്റീനെ പീഡിപ്പിച്ചു, അതേപോലെ വേറെ ആൾക്കാർക്കൊക്കെ പീഡിപ്പിക്കാൻ വേണ്ടി കൊടുത്തു എന്നൊക്കെ പറയുന്ന, അതേപോലെ പ്രിൻസ് ആൻഡ്രൂ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് ഈ വെർജീനിയ ജുഫ്രെ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ ഈ ഒരു ഇമെയിൽ കോൺവെർസേഷനിൽ അത് പറയുന്നത്. അത് വിക്ടിം കവേർഡ് ഫോർ ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഇവർ പറയുന്നത് ഈ മെയിലിൽ. ഓക്കെ, പിന്നെ ഈ മെയിൽ നമ്മൾ പറയുമെങ്കിലും ഇതൊക്കെ കോമൺ മെയിലാണ്. ഇപ്പം നിങ്ങളൊരു വലിയൊരു സെക്സ് ട്രാഫിക്കിംഗ് റിങ്ങൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കാഷ്വൽ കോൺവെർസേഷൻസ് ആയിരിക്കും നിങ്ങൾ മെയിലിൽ കൂടെ നടത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രട്ടീവ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് വല്ല കോഡ് നെയിംസ് ഉള്ള ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വേറെ സാധനം ഉണ്ടാവും. ഇയാൾ ഇസ്രയേലി മറ്റേ മൊസാഡിൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് വേറെ.
അതാണ് ഇപ്പം ഈ ഒരു ജനറൽ കോൺവെർസേഷനിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസിലി നമുക്ക് മനസ്സിലാകും. കോഡ് നെയിം ഒന്ന് നോക്കുക വേണ്ട. പിസ്സ ഗേറ്റ് ഓർമ്മയുണ്ട? ഞാൻ പിസ്സ ഗേറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കോഡാണ്. എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്നു, പിസ്സ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതൊക്കെ കോഡാണ്. ഓക്കെ, പിസ്സ എന്ന് പറയുന്നത് ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരനെ ആയിരിക്കും എന്ന് ഊഹിക്കുകയാണ്. അതൊന്നും അല്ല, ഇത് വിക്ടിം വെർജീനിയ ജുഫ്രെ എന്നാണ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇമെയിൽ. സെക്കൻഡ് ഇമെയിൽ 2019, അതായത് ജനുവരി 2019 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും എപ്സ്റ്റീൻ മരിക്കുകയും ചെയ്തു. എപ്സ്റ്റീൻ മൈക്കൽ വുൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. മൈക്കൽ വുൾഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്കൽ വുൾഫ് എന്ന് പറഞ്ഞ ആൾ ദ ഹോളിവുഡ് റിപ്പോർട്ടറിൻ്റെ ഒക്കെ, അതുപോലെ USA ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പറിലും USA ഹോളിവുഡ് റിപ്പോർട്ടറിലൊക്കെ കോളംസ് എഴുതുന്ന അല്ലെങ്കിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ട്രംപിനെ കുറിച്ച് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ട്രംപിൻ്റെ അതായത് വൈറ്റ് ഹൗസിൻ്റെ ഒരു പാർട്ടായിരുന്നു കുറച്ച് കാലം ഇയാളുടെ ബുക്ക് എഴുതാനൊക്കെ വേണ്ടിയിട്ട്. ട്രംപിനെ കുറിച്ചും കുറേ കോളംസും ആർട്ടിക്കിൾസും അതുപോലെ ബുക്ക് തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ബുക്ക് ട്രംപിനെ കുറിച്ച് തന്നെ ഇഷ്ടംപോലെ ബുക്ക് എഴുതിയിട്ടുണ്ട്. മൈക്കൽ വുൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ പറയുന്നുണ്ട്, അയാളോട് ജെഫ്രി എപ്സ്റ്റീൻ പറയുന്നുണ്ട്, വിക്ടിം മാർലാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്ഥലമാണ്, റിസോർട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. പുള്ളി അവിടെയാണ് താമസം. അവിടെ വെച്ചിട്ടാണ് പുള്ളി ഇപ്പോൾ ഈ പാർട്ടീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മാർലാഗോ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, അതിനെ പുള്ളി ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വലിയ റിസോർട്ട് പോലത്തെ സംഭവമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് വിക്ടിം മാർലാഗോ, അതായത് ഷി വാസ് ദ വൺ ഹു അക്യൂസ്ഡ് പ്രിൻസ് ആൻഡ്രൂ. ഇപ്പോൾ ആർക്കും സംശയമാണെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട്, പ്രിൻസ് ആൻഡ്രൂവിനെ അക്യൂസ് ചെയ്ത വിക്ടിം ഉണ്ടല്ലോ വെർജീനിയ ജുഫ്രെ, ട്രംപ് സെയ്ഡ് ഹി ആസ്ക്ഡ് മീ ടു റിസൈൻ. ഈ മാർലാഗോയിൽ ഈ കൺട്രി ക്ലബ്ബ് എന്നൊക്കെ പറയില്ല, അത് കുറേ മെമ്പർഷിപ്പ് ഉണ്ടാവും വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക്. അവർക്ക് അവിടെ വന്ന് ഗോൾഫ് കളിക്കുക, അവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതുപോലത്തെ ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഉണ്ടാവില്ല, നൈസ് ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ അവിടെ ഉണ്ടാവും. പൈസക്കാർക്ക് എന്തും ചെയ്യാമല്ലോ, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ട്രംപ് സൈഡ് ഹി ആസ്ക് മീ ടു റിസൈൻ. ജെഫ്രി എപ്സ്റ്റീനെ അടുത്ത് മാർലാഗോവിൻ്റെ മെമ്പർഷിപ്പ് റിസൈൻ ചെയ്യാൻ ട്രംപ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നെവർ എ മെമ്പർ, എവർ. ഞാൻ അവിടുത്തെ മെമ്പറേ അല്ല. ഓഫ് കോഴ്സ് ഹീ ന്യൂ അബൌട്ട് ദ ഗേൾസ് ആസ് ഹീ ആസ്ക്ഡ് ഗിസ്ലൈൻ ടു സ്റ്റോപ്പ്. അതായത് ഇതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് എപ്സ്റ്റീനെ അറിയുക, അവർ തമ്മിൽ ഒരുപാട് ഡീലിങ്സ് ഉണ്ട്, അവർ ഒരുപാട് പാർട്ടീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഹി വാസ് എ ടെറിഫിക് ഗൈ എന്നൊക്കെ ട്രംപ് എപ്സ്റ്റീനെ കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് തന്നെ പറയുന്നത്, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇയാളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി, സോ ഞാൻ ഇയാളുടെ അടുത്ത് ഇനി ഈ കച്ചവടം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഈ അണ്ടർ ഏജ് പരിപാടി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നാണ് ട്രംപ് എന്നെ പബ്ലിക്കലി പറഞ്ഞ കാര്യം. അപ്പോൾ അതിനെ കൺഫേം ചെയ്യുന്ന പോലത്തെയാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്സ്റ്റീൻ കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഹി ന്യൂ അബൌട്ട് ദ ഗേൾസ് ആസ് ഹി ആസ്ക്ഡ് ഗിസ്ലൈൻ ടു സ്റ്റോപ്പ്. ഇത് നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ട്രംപ് പറയുന്നത് എനിക്കങ്ങനെ അറിയേയില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ എപ്സ്റ്റീനെ കുറിച്ച് ഇയാളെന്തോ വേണ്ടാത്ത പരിപാടിയൊക്കെ ചെയ്യേണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ക്യാൻസൽ ചെയ്തു. ഈ പെൺപിള്ളേരുടെ അത് പീഡിപ്പിക്കുന്ന അണ്ടർ ഏജ് അതൊന്നും എനിക്ക് അറിയേയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്റ്റ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ഇമെയിൽ. ഇനി മൂന്നാമത്തെ ഇമെയിൽ, ഇതും ഈ മൈക്കൽ വുൾഫ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എ PR ഗൈ ആണ്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് എഴുതുക, ഇവർക്ക് വേണ്ടി ബുക്ക് എഴുതുക, ഇവർ വെളുപ്പിച്ചെടുക്കുക, ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായ ഒരു ഇതുപോലെ എടുക്കുക. ഇത് നടക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്തും കൂടിയാണ്. 2015 ഡിസംബർ 16 ഈ ഒരു മൂന്നാമത്തെ മെയിൽ നടക്കുന്നത്. ആ സമയത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് പ്രസിഡൻസി ആയിരുന്നു. 2016 പുള്ളി പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ റിപ്പബ്ലിക്കൻ പ്രൈമറി എന്നൊക്കെ പറയും, അതായത് അവിടെ 2 പാർട്ടിയാണല്ലോ ഉള്ളത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആ പാർട്ടിക്കാരനെ വോട്ട് ചെയ്തിട്ടാണ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സമയം നടക്കുന്നതും ട്രംപ് അന്ന് പുതിയൊരാളാണ് പൊളിറ്റിക്സിൽ.
അയാൾ പക്ഷെ ഒരു മാഗ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി ഭയങ്കര സംഭവം. അത് ഞാൻ ഇൻ്റർനെറ്റ് ഡെഡ് ഇൻ്റർനെറ്റ് തിയറീൻ്റെ അതിൽ പറയുന്നുണ്ട്. അത് വേറൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു നോക്കുക. മുഴുവൻ കളികളാണ് എല്ലാവരുടെയും. കാരണം ഒരു ഹിസ്റ്ററിയോ ഒന്നുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിനെ തന്നെ ഹൈജാക്ക് ചെയ്ത് ഫുള്ളൊരു ആൾക്കാരെ കൊണ്ടൊരു വലിയൊരു മാഗ മൂവ്മെൻറ്റ് ഉണ്ടാക്കി പ്രസിഡൻ്റ് ആയതാണ് ഡൊണാൾഡ് ട്രംപ് ഫസ്റ്റ് ടേമിൽ 2016. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺവെർസേഷനിൽ CNN ആയിട്ട് ഡിബേറ്റിന് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഡിസംബറിൻ്റെ ആ സമയത്ത്. അപ്പോൾ ഇവർ തമ്മിൽ മൈക്കിൾ വുൾഫും എപ്സ്റ്റീനും കൂടി സംസാരിക്കുകയാണ്. ഐ തിങ്ക് യു ഷുഡ് ലെറ്റ് ഹിം ഹാങ് ഹിംസെൽഫ് ഇഫ് ഹി സേസ് ഹി ഹാസിൻ ബീൻ ഓൺ പ്ലെയിൻ. എപ്സ്റ്റീൻ ഒരു പ്ലെയിൻ ഉണ്ട്, ലോലിറ്റ എക്സ്പ്രസ് എന്നാണ് ഇവരൊക്കെ വിളിക്കുന്നത്. അതായത് അണ്ടർ ഏജ് കിഡ്സിനെയും കൊണ്ടുപോകാനും ഇതുപോലെ സെലിബ്രിറ്റീസിനൊക്കെ പ്രൈവറ്റ് പ്ലെയിനാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരെ കൊണ്ട് ഈ ഐലൻഡിൽ കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലെയിനാണ്, ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയിനാണ്. If he says he hasn't been on that plane or to the house, then that gives you the good PR, a political currency. അതായത് ഈ ഡിബേറ്റിലോ ഈ CNN ആയിട്ടുള്ള ഈ ഇൻ്റർവ്യൂവിലോ ഞാൻ ഈ പ്ലെയിനിലോ ഞാൻ ഇയാളുടെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്സ്റ്റീൻ ഒരു നല്ലൊരു PR ആണ്. അല്ലെങ്കിൽ എപ്സ്റ്റീൻ അതൊരു പൊളിറ്റിക്കൽ കറൻസി ആയിട്ട് പിന്നീട് യൂസ് ചെയ്യാം. അതായത് ഇവർ പോയിട്ടുണ്ട് ഇയാൾ. അപ്പോൾ പുറത്ത് ഈ ട്രംപ് വന്നിട്ട് പബ്ലിക്കലി ഞാൻ ഈ വീട്ടിലേക്കേ പോയിട്ടില്ല, ഞാൻ ഇയാളുടെ പ്ലെയിനിലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ തെളിവുണ്ട് ഇയാൾ വന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ കറൻസി ആയിട്ട് പിന്നീട് യൂസ് ചെയ്യാം ഡൊണാൾഡ് ട്രംപ് ജയിച്ച് കഴിഞ്ഞാൽ എന്ന് മൈക്കിൾ വുൾഫ് എപ്സ്റ്റീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. കളികൾ മനസ്സിലായ ജെഫ്രി, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇങ്ങനെ ആക്കി എടുക്കുക എന്നാണ് ഇവർ പറയുന്നത്. നോക്കിയോ, ജെഫ്രി ഈസ് എ ഗുഡ് ഗൈ, വിക്ടിം ഓഫ് എ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. കണ്ട, അതായത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെതിരെ, വോക്കിനെതിരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ ആക്ച്വലി നമ്മൾ പറയുന്നത് വോക്കിനെതിരെ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ വോക്കിനെതിരെ ഇന്ന ആൾ ഇലോൺ മസ്ക് പറഞ്ഞു എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ ഇവർ ഈ വോക്കിനെ എതിരെ പറയാനൊന്നും അല്ല, ഇവരുടെ കുറേ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സ്ട്രാറ്റജിയാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിയോ, ജെഫ്രി ഈസ് എ ഗുഡ് ഗൈ, വിക്ടിം ഓഫ് എ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിച്ച് വിൽ ബി ഔട്ട്ലോഡ് ഇൻ ദ ട്രംപ് റെജീം. അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കി എടുക്കുക, ഈ എപ്സ്റ്റീൻ്റെ കേസും എപ്സ്റ്റീനെതിരെയുള്ള വന്ന ഈ അലിഗേഷൻസൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, അല്ലാതെ ഇതൊന്നും ശരിക്കുള്ള കേസുകളല്ല. ഇതൊക്കെ നമുക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഡൊണാൾഡ് ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമ്മതിക്കില്ല, അപ്പം നിങ്ങളുടെ കേസും തള്ളിപ്പോവും എന്നാണ് ഇവർ തമ്മിൽ ഈ സ്ട്രാറ്റജീസ് ചെയ്യുന്നത്. ഇയാൾ ഉള്ള കേസ് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നോക്കുന്നത്. 2015 ഡൊണാൾഡ് ട്രംപ് ഫസ്റ്റ് ജയിക്കുന്ന ആ സമയത്താണിത്. 15-ാം തീയതിയാണ് റിപ്പബ്ലിക്കൻ പ്രൈമറിൻ്റെ ഡിബേറ്റ് ഡിസംബർ 15-ാം തീയതി. ഇവർ 12-ാം തീയതി ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ ഇത് നോക്കി ആ ഒരു ഡിബേറ്റിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നേ ഇല്ല, CNN ചോദിക്കുന്നേ ഇല്ല. എപ്സ്റ്റീൻ്റെ കാര്യമോ ബാക്കിയുള്ള ഇമിഗ്രേഷൻസും ബാക്കിയുള്ള അങ്ങനത്തെ ടോപ്പിക്സൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. എപ്സ്റ്റീൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. എപ്സ്റ്റീൻ നിങ്ങളായിട്ട് ബന്ധമുണ്ടല്ലോ, ഇപ്പോൾ മറ്റേ പെഡോഫൈലായിട്ട് ജയിലിൽ പോയ ആളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ, അയാളുടെ പ്ലെയിനിലോ ഐലൻഡിലോ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടേ ഇല്ല. അതിപ്പോൾ ഇവർ തന്നെ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കൊളാക്കുമോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഇവർ തന്നെ CNN പ്രഷർ കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ റിമൂവ് ചെയ്യിപ്പിച്ചതായിരിക്കും. കാരണം CNN ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും കോൺവെർസേഷൻ നടത്തുന്നത്. പിന്നെ അത് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ അവർ ഇത് ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പണിയാവും, അതൊന്നും വേണ്ട, അത് ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഇവർ തന്നെ. ഞാൻ വേണ്ട, ഫുള്ള് മീഡിയം എല്ലാം ഇവരുടെ കയ്യിലാണ്. ഇത് ഫക്ഡ് അപ്പ്. ഇത് എല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ആകെ ഇതെന്താ സംഭവം തോന്നും. ഇത് അടുത്ത മെയിലാണ് നമ്മുടെ മെയിൻ മെയിൽ, ബബ്ബ മെയിൽ, ബ്ലോ ജോബ് മെയിൽ.
ഇത് നടക്കുന്നത് 2018 മാർച്ച് 21 ഇത് നടക്കുന്നത്. മാർക്ക് എപ്സ്റ്റീൻ എന്ന് പറഞ്ഞില്ല, എപ്സ്റ്റീൻ്റെ അനിയൻ. ഇപ്പോൾ മറ്റേ മീഡിയയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, എന്ത് നമ്മുടെ റിപ്പബ്ലിക്കൻസ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരും ബാക്കിയുള്ള റിപ്പബ്ലിക്കൻ ആൾക്കാരുടെ പേരൊക്കെ മായ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, ആ മാർക്ക് എപ്സ്റ്റീനും ജെഫ്രി എപ്സ്റ്റീനായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഇവർ സ്റ്റീവ് ബാനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വൈസറുണ്ട്, ഡൊണാൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്ന ഒരു അഡ്വൈസറാണ്. പുള്ളി ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്യും, പൊളിറ്റിക്കൽ പരമായിട്ട് ഇങ്ങനെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളാണ്. വൈറ്റ് ഹൗസ് സ്റ്റാഫായിരുന്നു. പിന്നെ ട്രംപിനെ പിടിച്ച് പുറത്താക്കിയതോ എന്തോ ഇവരായിട്ട് എന്തൊക്കെയോ അടിയായപ്പോൾ പിടിച്ച് പുറത്താക്കിയതാണ്. ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളാണ്, റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള ആളാണ്. വാട്ട് അപ്പ് വിത്ത് യുവർ ബോയ് ഡൊണാൾഡ് ട്രംപ്, സ്റ്റീവ് ബാനൻ ഈസ് വിത്ത് മീ എന്ന് മാർക്ക് പറയാം. ആസ്ക് ഹിം, അപ്പോൾ റിപ്ലൈ ആണ്, ആസ്ക് ഹിം ഇഫ് പുടിൻ ഹാസ് ഫോട്ടോസ് ഓഫ് ട്രംപ് ബ്ലോയിങ് ബബ. ഇതിങ്ങനെ ഇതിവർ തമാശയായിട്ട് പറയുകയാണോ അതൊക്കെ ഉള്ളതാണോ എന്ന് എന്താ ഇതിപ്പോൾ അതായത് പിന്നെ ആൾക്കാർ കണ്ടുപിടിച്ചത് ബബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽ ക്ലിൻ്റൻ്റെ വിളിപ്പേരാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഈ ബബ്ബ എന്ന് പറയുന്നത് ബിൽ ക്ലിൻ്റൺ അല്ല, ഗിസ്ലൈൻ മാക്സ്വെല്ലിന് ഒരു കുതിര ഉണ്ടായിരുന്നു, ആ കുതിരയുടെ പേര് ബബ്ബ. വിച്ച് ഈസ് വേഴ്സ്, കുതിരയ്ക്ക് ബ്ലോ ജോബ് എടുക്കുന്നതാണോ അതോ ബിൽ ക്ലിൻ്റൺ എടുക്കും? ഈ ബിൽ ക്ലിൻ്റനും ഡൊണാൾഡ് ട്രംപും ഭയങ്കര ശത്രുവാണ്. നിങ്ങൾ അതാ മനസ്സിലാക്കണം. ഈ ബിൽ ക്ലിൻ്റൻ്റെ ഭാര്യയാണ് ഹിലരി. ഹിലരിയും ഡൊണാൾഡ് ട്രംപും കൂടിയിട്ടാണ് 2016 ഇലക്ഷന് നിന്നത്. അപ്പോൾ ഹിലരിന് ഇനി ഇന്നതാ പറയാമെന്നില്ല. ഹിലരിക്കെതിരെ വന്ന അക്യൂസേഷനാണ്, ഈ സമയത്ത് വന്ന അക്യൂസേഷനാണ് പിസ ഗേറ്റ്. അത് പ്രൂവണേ അല്ല, ഫുള്ളൊരു കോൺസ്പിറസി മാത്രമാണ്. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അന്ന് അപ്ലൈ പറഞ്ഞില്ല, ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് വേറെ ഒരു സംഭവമാണ്. അതും ഈ ചൈൽഡ് സെക്സ് ട്രാഫിക്കിങ്, ഇത് നമുക്കിത് മുഴുവൻ ഇത് കാണും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നും ദ ഹോൾ വേൾഡ്, ഞാൻ അപ്ലൈ പറഞ്ഞില്ല, ഹോൾ വേൾഡ് ഈസ് റൺ ബൈ ദ പ്രിഡേറ്റേഴ്സ്, ലൈക്ക് ചൈൽഡ് പ്രിഡേറ്റേഴ്സ്. നമുക്ക് തോന്നുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇവരിങ്ങനെ തമാശയ്ക്ക് പറയണതാ, മറ്റേ ബ്ലോ ജോബ് എടുത്തത് പുട്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ തുടങ്ങിയ അതാണ് ട്രംപ് പുട്ടിനെ കാണുമ്പോൾ പേടിക്കുന്നത്. അറിയില്ല ഇതൊക്കെ ഉള്ളതാണെന്ന്, എന്താണാവോ. അപ്പോൾ കുതിരയ്ക്ക് ബ്ലോ ജോബ് കൊടുക്കുന്നതാണോ ബിൽ ക്ലിൻ്റൻ്റെ ബ്ലോ ജോബ് കൊടുക്കുന്നതാണോ, ഏതാണ്? ഇത് റിപ്പബ്ലിക്കൻസ്, ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കാർ ഫുള്ള് അത് കുതിരയായിരിക്കും, ബിൽ ക്ലിൻ്റൺ ആയിരിക്കില്ല. അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ അതാണ് ആ ഒരു ഇമെയിൽ. അതാണ് ഇപ്പോൾ മീമും മറ്റേതൊക്കെ ആയിട്ട് മാറിയത്. ഇതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇമെയിൽസാണ് ബാക്കിയുള്ളതൊക്കെ, ഓരോന്നായിട്ട് പറയാം. അടുത്ത മെയിലാണ് ജെഫ്രി എപ്സ്റ്റീൻ 2015, അതും ഡിസംബർ 8 അയച്ചതാണ്. തോമസ് ജൂനിയർ ലാൻറ്റൺ എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടറാണ്. അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ സബ്ജക്റ്റ് തന്നെ ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് എന്നാണ് സബ്ജക്റ്റ് ഇമെയിലിൻ്റെ കേട്ടോ. ഹാവ് ദം, ഇത് ഭയങ്കര ഇത് സീൻ കേട്ടോ. ഹാവ് ദം ആസ്ക് മൈ ഹൗസ് മാൻ എബൌട്ട് ഡൊണാൾഡ്, ആൾമോസ്റ്റ് വാക്കിംഗ് to the door, leaving his nose print on the glass as young women were swimming in my pool, and he has so focused he walked straight to the door. ഇത് നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കണം. എപ്സ്റ്റീൻ പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്, ഒന്നാമത്തെ കാര്യം, യങ് ഗേൾസ് പൂളിലുണ്ട്, അവർ അവിടെ കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ നോക്കി ഡൊണാൾഡ് ട്രംപ് സോ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഹീ അതിൽ കൂടെ നോക്കി പോയിട്ട് ഡോറിൽ മൂക്കിടിച്ചിട്ട് മൂക്കിൻ്റെ നോസ് പ്രിൻ്റ്
എൻ്റെ മൂക്കിൻ്റെ പ്രിൻ്റ് ഡോറിൽ വന്നു എന്ന് പറയുകയാണ്. ഒരു റിപ്പോർട്ടറിൻ്റെ അടുത്താണ് പറയുന്നത്. സോ ദേ ഓൾസോ ന്യൂ. നിങ്ങളൊരു ശരിക്കൊരു ജേർണലിസ്റ്റാണ്, നിങ്ങളിങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ, അതും ഡൊണാൾഡ് ട്രംപ് കത്തി നിൽക്കുന്ന സമയമാണ്, മാഗാ മൂവ്മെൻറ്റ് തുടങ്ങിയ സമയത്ത്, ഇലക്ഷൻ്റെ സമയത്താണ് ഇത് പറയുന്നതെന്നും കൂടി ആലോചിക്കണം. നിങ്ങൾ ശരിക്കുള്ളൊരു ജേർണലിസ്റ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിത് പുറത്തു വിടില്ലേ? പ്രസിഡൻ്റ് ആവാൻ പോകുന്ന ആൾ വേറൊരു ഈ സെക്സ് ട്രാഫിക് നടത്തുന്ന ആൾ പറയുകയാണ്, ഇയാൾ എൻ്റെ വീട്ടിൽ, നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ പണിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഈ കാര്യം. ഡൊണാൾഡ് ട്രംപ് ഈ ചെറിയ പെൺപിള്ളേർ കുളിക്കുന്നത്, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത് കണ്ട് നോക്കിയിട്ട് പോയി ഡോറിൽ പോയി ഇടിച്ച് മൂക്കിൻ്റെ പ്രിൻ്റ് ഡോറിൽ വന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ ഒരു കോട്ട് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ കോട്ട് ഐ നോ ജെഫ്രി ഫോർ 15 years, terrific guy. He is a lot to be fun with. He likes women as much as I do. Many of them are on younger side. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതോ എപ്സ്റ്റീൻ പറയുന്നതോ ഒന്നുമല്ല, ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നെപ്പോലെ തന്നെ ജെഫ്രിക്കും വുമൺ ഒരു വീക്ക്നെസ്സാണ്. മെനി ഓഫ് ദം ആർ യങ്ങർ സൈഡ്. Many of them are on a younger side. How much younger? It's a lot to be fun with. എനിക്ക് 15 കൊല്ലമായിട്ട് അറിയാം, ചെക്കൻ അടിപൊളിയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് ജെഫ്രി എപ്സ്റ്റീനെ പറയുന്നത്. അപ്പോൾ ഈ തോമസ് ജൂനിയർ ലാൻഡനില്ലേ, അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, ഈ ഡൊണാൾഡ് ട്രംപും എപ്സ്റ്റീനായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അവരുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ച്. ഇതൊക്കെ ആ ഇമെയിൽ കോൺവെർസേഷനിലുള്ളതാണ്. സെയിം ഇമെയിലിൽ വേറൊരു കാര്യം കൂടി പറയുന്നത്, എപ്സ്റ്റീൻ ചോദിക്കുന്നുണ്ട്, വുഡ് യു ലൈക്ക് ഫോട്ടോസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് ആൻഡ് ദ ഗേൾസ് ഇൻ ബിക്കിനി ഇൻ മൈ കിച്ചൺ. ആ ബ്ലോ ജോബ് സംഭവം ഒന്നുമേ അല്ല. എപ്സ്റ്റീൻ ചോദിക്കുകയാണ് തോമസ് ജൂനിയർ ലാൻഡൻ്റെ അടുത്ത്, ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടറിൻ്റെ അടുത്ത്, ജെഫ്രി എപ്സ്റ്റീനും ഈ ഗേൾസ് ഇൻ ബിക്കിനി എന്ന് പറയുന്നത് ഇവരുടെ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഈ ഓൺലി ഫാൻസ് മോഡൽസോ പ്രോസ്റ്റിറ്റ്യൂട്ട്സോ ഒന്നും അല്ല, അത് വേറെ സീനാണ്. ഗേൾസ് ഇൻ ബിക്കിനി ഡൊണാൾഡ് ട്രംപുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ എൻ്റെ കിച്ചണിലുണ്ട്, വേണോ എന്നാണ് ചോദിക്കുന്നത്. അതേ സമയത്ത് ഇതൊക്കെ നടക്കുന്ന ആ ഇലക്ഷൻ സമയത്താണ് ഇനി അടുത്ത ഇമെയിൽ ഈ മൈക്കിൾ വുൾഫുമായിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആളില്ലേ, മറ്റേ ഹോളിവുഡ് റിപ്പോർട്ടറിൻ്റെ ആൾ. മൈക്കിൾ വുൾഫ് എപ്സ്റ്റീൻ്റെ അടുത്ത് പറയുന്നത്, ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ടു കം ഫോർവേഡ് ദിസ് വീക്ക് ആൻഡ് ടോക്ക് അബൌട്ട് ഡൊണാൾഡ് ട്രംപ് ഇൻ സച്ച് എ വേ ഹി കുഡ് garner you great sympathy and let him and help me finish him. അതായത് ഈ ഇലക്ഷൻ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ ഹിലരി ജയിക്കുന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം ഒബാമ കഴിഞ്ഞിട്ട് വരുന്ന ഇലക്ഷനാണിത്. അപ്പോൾ ഒബാമ ഒരു കിടിലൻ ഒരു പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തതും ഇവർ ജയിക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു വന്നത്. പക്ഷേ ട്രംപ് വന്നിട്ടൊരു കളി അങ്ങോട്ട് കളിച്ചു. അത് ഇയാൾ പല രീതിയിൽ ഇയാളുടെ പ്ലേ ഭയങ്കരമായിരുന്നു. അന്നും ഈ ബോട്ട്സിനെ ഇറക്കിയിട്ടും റഷ്യൻ ബോട്ട്സ് വന്നിട്ടും ഈ ഫേക്ക് സംഭവം വന്നിട്ടും ഈ ഫേക്ക് പോസ്റ്റും ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്ക ഫേസ്ബുക്കിൻ്റെ ആ സംഭവം, പാലന്റിയറും പീറ്റർ ടീലും, ഇത് ഭയങ്കര ഒരു വാസ്റ്റ് സാധനമാണ്. ഈ 2016 നടന്ന കുറേ ചേഞ്ചസ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത്. അത് എല്ലാവർക്കും ഒരു ആക്ച്വലി ഷോക്കായിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ, ഈവൻ ഫ്രം ദ പീപ്പിൾ ഇൻ വാഷിങ്ടൺ, പീപ്പിൾ ഫ്രം ദ പവർഫുൾ പീപ്പിൾ ഇൻ USA, അവർ പോലും വിചാരിച്ചില്ല ഇയാൾ ജയിക്കുന്നു. അവരെല്ലാവരും ഹിലറി ജയിക്കും പറഞ്ഞിട്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ഈസി വിൻ. ഇവർ ഡെമോക്രാറ്റ്സ് ചെയ്ത ഒരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വുമൺ എപ്പോഴും ഡൊണാൾഡ് ട്രംപിന് ഓപ്പോസിറ്റായിട്ട് വരിക ഒരു സ്ത്രീയാണ്. കമല ഹാരിസ് ആയാലും ഹിലരി ആയാലും. മര്യാദയ്ക്കൊരു വേറൊരു പൊളിറ്റീഷ്യൻ്റെ കൂടെ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഇലക്ഷൻ നിന്ന് ജയിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അത് ഇവർ തന്നെ
ഇയാൾക്ക് ജയിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഹിലരി വാസ് എ വീക്ക് കാൻഡിഡേറ്റ്. കമല ഹാരിസ് അതിലേറെ വീക്കായിരുന്നു. പക്ഷേ ഹിലരിക്കെതിരെ ഈ പിസ ഗേറ്റ് വന്നു, അതിനിവർ വലിയൊരു കോൺസ്പിരസി ആക്കി മാറ്റി. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ട്രംപിനെതിരെ ഉള്ളത് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പോൾ ഈ സമയത്ത് മൈക്കൽ വുൾഫ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടല്ലോ, അത് താ, ഹെൽപ്പ് മീ ഫിനിഷ് ഹിം. അങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ തീർക്കാൻ നമുക്ക്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് മൈക്കൽ വുൾഫ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്സ്റ്റീൻ അതൊന്നും ചെയ്തിട്ടില്ല. ഭാവിയിൽ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും, അറിയാമല്ല. ഈ അടുത്ത ഇമെയിൽ അത് 2016 നവംബർ 13 ട്രംപ് ജയിച്ച് കഴിഞ്ഞിട്ടാണത്. ലിൻഡ സ്റ്റോണും എപ്സ്റ്റീനും തമ്മിൽ അയച്ചതാണ്. സ്റ്റിൽ ഇൻ പാരീസ് എന്ന് ചോദിക്കുന്നവർ. ഇപ്പോൾ എപ്സ്റ്റീൻ റിപ്ലൈ കൊടുക്കുന്നത് നോ, ട്രംപ് ടവറിലാണ് ഞാനിപ്പോൾ ഉള്ളത്, പാരീസിലല്ല, നോ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പണ്ട് തൊട്ടേ ഇയാളോടത്ത് കണക്ഷനൊക്കെ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഇയാൾ ട്രംപ് ടവറിൽ ഉണ്ട് എന്നും പറയുന്നു 2014 ഇലക്ഷൻ ജയിച്ച സമയത്ത്. ഇയാളുടെ നുണകളെല്ലാം ഇങ്ങനെ പുറത്ത് വരികയാണ്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഇവിടെ നടക്കുന്നതും അമേരിക്ക നടക്കുന്നതും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ BJPയിൽ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരുടെ സപ്പോർട്ടേഴ്സ് ഇവരുടെ മാക്സിമം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്തിട്ടായാലും എന്തെങ്കിലും ചെയ്തിട്ടായാലും ഇവർ സമ്മതിക്കുകയില്ല. ഇപ്പം നിങ്ങൾ ഇതേ കാര്യം പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ ഒരാളുടെ ഒരു പോസ്റ്റ് ഉണ്ട് വെച്ചോ, അതിനടി കമൻസുകൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവർ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. എപ്സ്റ്റീൻ നുണ പറയാണ്, ട്രംപ് ടവറാണ്, ഏത് ട്രംപ് ടവറൊക്കെ എല്ലാവർക്കും പോകാമല്ലോ, അല്ലാണ്ട് ഇപ്പോൾ അവിടെ ഇന്ന ആളിന് മാത്രം കയറ്റും, അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് ന്യായീകരിച്ച് ഇല്ലാതാക്കും. ഇതിപ്പോൾ എല്ലാവിടെയും അങ്ങനെ തന്നെ, ഇപ്പോൾ കേരളത്തിലായാലും അങ്ങനെ തന്നെ, പുറത്തായാലും അങ്ങനെ തന്നെ. അതായത് ഈ അന്ധമായിട്ട്, അതായത് ഈ അന്ധമൊക്കെ ആയിട്ട് ഈ അന്തം ഗംഭീന്ന് എന്തൊക്കെയോ പറയില്ല, അതുപോലെ എല്ലാവരും ഇങ്ങനെ ഈ ഒരു ദൈവത്തിനൊക്കെ കാണുന്ന പോലെയാണ് ഈ പൊളിറ്റീഷ്യന്മാരിനെ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ പ്രശ്നമാണ് ഇത്. എന്ത് കുറ്റം ചെയ്താലും ഈസി ആയിട്ട് രക്ഷപ്പെടാം. അത് ട്രംപ് ടവറിൽ ഇപ്പോൾ ആർക്കും വേണമെങ്കിൽ വരാമല്ലോ, അതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇവരൊക്കെ വരുന്നത് എന്ന് ഒറ്റ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആൾ, ഇത്രയും കണക്ഷനുള്ള ആൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിരിക്കും ആരും അറിയാണ്ട്. ശരി. ഇനി അടുത്ത മെയിൽ മാർച്ച് 12, 2018, മരിക്കുന്നതിൻ്റെ തൊട്ട് ഒരു വർഷം മുന്നേ. ഇത് പേര് റെഡാക്ട് ചെയ്തിട്ടുണ്ട്, ആരാന്ന് അയച്ചതെന്നറിയില്ല. ഇറ്റ് വിൽ ബ്ലോ ഓവർ. ദേ ആർ ട്രൈങ് ടു ടേക്ക് Donald Trump and doing whatever they can do that. Epstein, yes, it's wild because I am the one who able to take him down. ട്രംപ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഡൊണാൾഡ് ട്രംപിനെ താഴെ ഇറക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്, ആർക്കും അതൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എന്നാണ് എപ്സ്റ്റീൻ തന്നെ പറയുന്നത്. അടുത്ത മെയിൽ മാർച്ച് 4, 2011. ഡ്യൂക്ക് എന്നാണ് പറയുന്നത്. ഇത് മിക്കവാറും പ്രിൻസ് ആൻഡ്രൂ തന്നെ ആയിരിക്കും. വെർജീനിയ ജൂഫ്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയതിൻ്റെ ഒരു ഡിസ്കഷനാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. എപ്സ്റ്റീനും ജിസ്ലൈനും ഡ്യൂക്കും ഈ 3 പേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. എപ്സ്റ്റീൻ പറയുന്നു, ഓൺലി പേഴ്സൺ ഷീ ഡിഡൻറ്റ് ഹാവ് സെക്സ് വിത്ത് ഈസ് എൽവിസ്. അതായത് വെർജീനിയ ജൂഫ്രിനെ കൊണ്ട് എല്ലാവരിനെ കൊണ്ടും സെക്സ് ട്രാഫിക് ചെയ്ത് ഒരുപാട് പേര് സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രം അണ്ടർ ഏജ് ആയിരുന്ന സമയം തൊട്ട് എന്നാണ് പറയുന്നത്. പുള്ളി തമാശ രീതി പറയുന്നത് ഓൺലി പേഴ്സൺ ഷീ ഡിഡൻറ്റ് ഹാവ് സെക്സ് വിത്ത് ഇസ് എൽവിസ് പ്രെസ്ലിനെ അറിയാലോ. അപ്പോൾ അതിങ്ങനെ ഒരു ഫിഗറേറ്റീവ്ലി പറയണം. അതായത് ഈ ലോകത്തുള്ള എല്ലാവരുടെ അടുത്തും സെക്സ് ചെയ്തിട്ടുണ്ട്, എൽവിസ് മാത്രമേ ഇല്ലാത്തുള്ളൂ ഒരു ഇതിൽ പറയാണ്. ഡ്യൂക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എനിക്കൊന്നും അതറിയില്ല, ഐ ക്യാൻ ടേക്ക് ഇറ്റ് എനിമോർ, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, ഞാൻ അതിലൊന്നും അധികം ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസ് ആൻഡ്രൂ അതിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഇമെയിൽ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ എനിക്ക് ഇയാളിനെ കുറിച്ചുള്ള അറിവേ ഇല്ല, എനിക്ക് ഇയാളിനെ അറിയേയില്ല എന്ന്, എപ്സ്റ്റീനെ അറിയേയില്ല എന്ന് പറഞ്ഞില്ലേ, ഇയാളായിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധമില്ല പറഞ്ഞതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എപ്സ്റ്റീനും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ 2019 UK വിസിറ്റ് ഉണ്ടായിരുന്നു. UK ഈ സമയത്താണ് പ്രിൻസ് ആൻഡ്രൂവും ഡൊണാൾഡ് ട്രംപായിട്ടുള്ള ഫോട്ടോ വരെ ഉണ്ട്.
ഓക്കെ, നിങ്ങളത് ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ഫങ്ഷനിൽ എപ്സ്റ്റീൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ ഈ ഒരു ഇമെയിലിൽ പറയുന്നത്. സ്റ്റീവ് ബാനനും എപ്സ്റ്റീനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇറ്റ്സ് ടു ഫണ്ണി, ഹിസ് അക്യൂസർ ഈസ് ഔട്ട് ഓഫ് മാർലാഗോ. അതായത് ഈ വെർജീനിയ ജുഫ്രീനെ ഈ റിക്രൂട്ട് ചെയ്തത് ഈ മാർലാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ റിസോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ ആണ് എന്നാണ് ഇവർ ഇൻസൈഡ് ജോക്ക് പോലെ ഇവരെന്തോ പറയുന്നത്. ഇറ്റ്സ് ടു ഫണ്ണി, ഹിസ് അക്യൂസർ പ്രിൻസ് ആൻഡ്രൂവിൻ്റെ ആ ഫോട്ടോ നോക്കിയിട്ടാണ് പറയുന്നത്. ഈ ഒരു പ്രിൻസ് ആൻഡ്രൂവും ഡൊണാൾഡ് ട്രംപും കൂടിയുള്ള ഫോട്ടോ കാണിച്ചിട്ട് ദിസ് ഫോട്ടോ ഇസ് ടു ഫണ്ണി, ഹിസ് അക്യൂസർ ഇസ് ഫ്രം മാർലാഗോ എന്ന്. അക്യൂസർ പറഞ്ഞാൽ വെർജീനിയ ജുഫ്രെ. അപ്പോൾ സ്റ്റീവ് ബാനൻ ചോദിക്കുന്നുണ്ട്, വൈ നോബഡി ഈസ് മേക്കിംഗ് യു ദ കണക്റ്റിംഗ് ടിഷ്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരു കണക്റ്റിംഗ് ലിങ്ക് നിങ്ങളാക്കുന്നില്ലേ എല്ലാവരും? കാരണം നിങ്ങൾക്ക് പ്രിൻസ് ആൻഡ്രൂ ആയിട്ട് ബന്ധമുണ്ട്, ഡൊണാൾഡ് ട്രംപായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആക്കുന്നില്ലേ എന്ന് സ്റ്റീവ് ബാനൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എപ്സ്റ്റീൻ അത് ഇവർ വേറെ പറയുന്നുണ്ട്. എപ്സ്റ്റീൻ പറയുന്നുണ്ട്, ഡൊണാൾഡ് ട്രംപ് തിങ്സ് ഹീ ഈസ് എ കിങ്, ഇവാങ്ക ഈസ് എ പ്രിൻസസ്, ഹീ ഡസൻറ്റ് നീഡ് എനി അഡ്വൈസേഴ്സ്. ബാനൻ പറയുന്നുണ്ട്, യെസ് ദ ലണ്ടൻ ട്രിപ്പ് ഈസ് നോട്ട് ഗുഡ്. അത് വിചാരിച്ച പോലെ വന്നില്ല ലണ്ടൻ ട്രിപ്പ്. ഡൊണാൾഡ് ട്രംപ് ഒരു കിങ്ങിനെ പോലെയും ഈ ഇവാങ്ക പ്രിൻസസിനെ പോലെയാണ് പെരുമാറുന്നത്. ജെറഡ് കുഷ്നറൊക്കെ ഉണ്ടല്ലോ ഇവാങ്കൻ്റെ ഭർത്താവ്, സൗദിൻ്റെ ആൾ, പുള്ളി ഇപ്പോൾ സൗദി ആയിട്ടാണ് കളികൾ. എബ്രഹാം അക്കോട്സൊക്കെ പുള്ളിയാണ് സൈൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞത്. ഇവാങ്ക പ്രിൻസസിനെ പോലെയും ഇയാൾ രാജാവിനെ പോലെയാണ് പെരുമാറുന്നത്, ഇവർക്കിപ്പോൾ അഡ്വൈസേഴ്സൊന്നും വേണ്ട ആ ഒരു രീതിയാണ് എന്നൊക്കെയാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇതൊക്കെയാണ് കുറേ ഇമെയിലുകൾ. ഇനിയുണ്ട്. മാർക്ക് എപ്സ്റ്റീൻ പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത്. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് മാർക്ക് എപ്സ്റ്റീനായിട്ടുള്ള കോൺവെർസേഷനിൽ ഇയാളുടെ ബോഡിയിൽ ഒരു സിംഗിൾ സെല്ല് പോലും ഇല്ല, വൃത്തികേടായിട്ട് ഹീസ് എ ഡേഞ്ചറസ് ഗൈ, ഇവർ അലമ്പരാണ് എന്ന് എപ്സ്റ്റീൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് ഈ യഹൂദ് ബറാക്ക് എന്ന് പറഞ്ഞില്ലേ, ഈ യഹൂദ് ബറാക്കിൻ്റെ ഇമെയിലുണ്ട്. 2019 ഇമെയിലാണ് എപ്സ്റ്റീൻ ടു സ്റ്റീവ് ബാനൻ. ഈ സ്റ്റീവ് ബാനനും എപ്സ്റ്റീനും ഭയങ്കര അടുത്തുള്ള ആൾക്കാരാണ്. അവർ തമ്മിൽ ഒരുപാട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. യഹൂദ് ബറാക്കിൻ്റെ റീ എൻട്രി ടു ചാലഞ്ച് നെതന്യാഹു. ഓക്കെ, അതായത് ഈ ലിക്വിഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി, റൈറ്റ് വിങ് പാർട്ടിയാണ് നെതന്യാഹുവിൻ്റെ. ഇസ്രായേലത്തെ കാര്യം പറയണേ. ഈ ലേബർ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടി ആയിരുന്നു യഹൂദ് ബറാക്ക്. പിന്നെ പുള്ളി അതിൽ വിട്ടു വന്ന് ഇപ്പോൾ പുതിയൊരു പാർട്ടി എന്താണ് ഡെമോക്രാറ്റിക് ഇസ്രായേൽ, അങ്ങനെ എന്തൊക്കെയോ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ യഹൂദ് ബറാക്ക് ഈ പൊളിറ്റിക്സിലേക്ക് റീ എൻട്രി ചെയ്തു 2019. അത് എപ്സ്റ്റീനാണ് അതിന് സഹായിച്ച്. ഇറ്റ് വാസ് എപ്സ്റ്റീൻസ് ഡൂയിങ് എന്ന് ഈ ഇമെയിൽ അവർ പറയുന്നുണ്ട്. 36 മീറ്റിംഗ് എടുത്തിട്ടുണ്ട് മാൻഹാട്ടനിലെ ടൗൺ ഹൗസിൽ യഹൂദ് ബറാക്കും എപ്സ്റ്റീനും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷനുണ്ട്. ഇസ്രായേൽ കണക്ഷൻ എന്താണ് ഇയാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ, യോനി കോരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. യഹൂദ് ബറാക്കിൻ്റെ ഒരു എയ്ഡ് പോലെ വർക്ക് ചെയ്ത ആളാണ്. മൊസാദാണ് ഇയാൾ. മൊസാദാണ് സീനിയർ ഇസ്രായേലി ഇൻ്റലിജൻസ് ഓഫീസറാണ്. 2013 തൊട്ട് 2016 വരെ ഈ മൻഹാട്ടനിലെ ഇയാളുടെ വീട്ടിൽ കുറേ തവണ വന്നിട്ടുണ്ട്. ആര്? ഈ യോനി കോരൻ, യഹൂദ് ബറാക്കും. യഹൂദ് ബറാക്ക് എപ്സ്റ്റീൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ട് അത് യോനിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ ഇയാൾ എപ്സ്റ്റീൻ ബ്രോക്കർ ചെയ്തിട്ടുള്ള ഇസ്രയേലി ഡീലുകൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലി ആൻഡ് മംഗോളിയ ഡീല്, ഇസ്രയേലി ആൻഡ് റഷ്യ ഡീല് ഡ്യൂറിങ് സിറിയൻ സിവിൽ വാർ. നമ്മുടെ മറ്റേ ആളിനെ പുറത്താക്കണ, അയാളുടെ പേരെന്തായിരുന്നു, അസാദിൻ്റെ ഇഷ്യൂ ഉള്ള സിവിൽ വാറിൻ്റെ സമയത്ത്. പിന്നെ ഐവറി കോസ്റ്റ് ഡീല്, അതെന്ത് ഡീലാണെന്ന് നോക്കേണ്ടി വരും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഐവറി കോസ്റ്റും ഇസ്രായേലായിട്ട് എന്തൊരു ഡീലുണ്ട് അത്ര, അതും ഉണ്ടാക്കിയതും എപ്സ്റ്റീനാണെന്നാണ് പറയുന്നത്. പിന്നെ അരിയാൻ ഡി റോത്ത്ചൈൽഡ് ഇല്ലാണ്ട് കോൺസ്പിറസി ഇല്ലല്ലോ. ഈ അരിയാൻ ഡി റോത്ത്ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു റോത്ത്ചൈൽഡ് കുടുംബത്തിലെ ഏതോ ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ യഹൂദും എപ്സ്റ്റീനും അരിയാനും കൂടെ ഇസ്രായേലിന് വേണ്ടിയിട്ട് സൈബർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ഒരു ഡീലിൽ, ഒരു മിലിറ്ററി സൈബർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ഒരു ഡീലിൽ ഇവരൊക്കെ കൂടി ഇരുന്നിട്ടാണ് അതിൻ്റെ ഡീല് ബ്രോക്കർ ചെയ്ത് അല്ലെങ്കിൽ ആ ഡീൽ ഉണ്ടാക്കിയത് എന്നും പറയുന്നുണ്ട്. ഓക്കെ,
ഇതാണ് ഇസ്രായേലി കണക്ഷൻ. ഇനി ഒരു ലോഡ് ഇസ്രായേലി കണക്ഷൻ ഉണ്ട്. ഹീ ഈസ് എ ഇസ്രായേലി സ്പൈ, അല്ലെങ്കിൽ ഹീ ഹാസ് വെരി ഹൈ ടൈസ് വിത്ത് ഇസ്രായേൽ. ഹീ ഈസ് ആൾസോ എ ജൂയിഷ് ഗൈ. ഹിസ് ഗേൾ ഫ്രണ്ട്, ഹിസ് പാർട്ട്ണർ ഗിസ്ലൈൻ, ഹീസ് എ മൊസാഡ് ഗൈ, മൊസാഡിൻ്റെ ഏജൻറ്റ്, ബിക്കോസ് ഹെർ ഫാദർ ഈസ് എ മൊസാഡ് ഏജൻറ്റ്. ഇറ്റ്സ് എ വെൽ നോൺ ഫാക്ട്. നിങ്ങൾ അടിച്ചു നോക്ക്, യൂട്യൂബിൽ നോക്ക്, ChatGPT നോക്ക്, എവിടെ വാങ്ങി നോക്കിക്കോ. ഇനി ഇന്ത്യൻ കണക്ഷൻ, അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ആദ്യം പറഞ്ഞത് അനിൽ അംബാനിൻ്റെ കേസ് മാത്രമാണ്. ഈ അനിൽ അംബാനിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 2017 ഇത് തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഈ ആഫ്റ്റർ ഡൊണാൾഡ് ട്രംപ്സ് ഫോൺ കോൾ വിത്ത് ഗവൺമെൻറ്, it ways like if Modi should visit US early. അതായത് ഡൊണാൾഡ് ട്രംപായിട്ടൊരു കോൾ കഴിഞ്ഞതിന് ശേഷം, ആരായിട്ടുള്ള കോളൊന്നും പറയുന്നില്ല, കോൾ കഴിഞ്ഞതിന് ശേഷം മോദി US പെട്ടെന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിയർ ജെഫ്രി ഇൻഫോ BR അനിൽ എന്ന് പറയുന്നുണ്ട്, അത് അവരുടെ എന്നൊരു കോഡാണ്. എപ്സ്റ്റീൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ ഇസ്രായേൽ ഈസ് കീ നോട്ട് ഫോർ ഇമെയിൽ. അതൊരു കോഡ് പോലെ, ഇത്രയും ഇയാൾ വേറെ എവിടെയും ഇങ്ങനെ കോഡ് പോലെയോ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഈ ഇന്ത്യ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അനിൽ അംബാനിൻ്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇസ്രായേൽ ഈസ് കീ. എന്ത് കീ? എന്ത് ഡീലാണ്? ആ ഒരു സ്പൈ സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ, എന്താണ് ഇതിൻ്റെ പേര്, എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, പെഗസിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ അതിൻ്റെ ഡീലോ എന്താണെന്നൊന്നും അറിയില്ല. ഈ അനിൽ അംബാനി അവിടെ നിന്നൊന്നും എനിക്ക് അത്ര ആലോചിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു ED റെയ്ഡൊക്കെ നടക്കുന്നുണ്ട്, മണി ലോണ്ടറിങ് ഒക്കെ. ഇയാൾക്ക് വലിയ പവറൊന്നും ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ ഇയാൾ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് 2017. ഈ മോദിൻ്റെ എന്താണ് സീന്? വാട്ട് ഈസ് എ മോദി കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോദിയായിട്ട് ഡയറക്റ്റ് കണക്ഷനൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. എപ്സ്റ്റീൻ സ്റ്റീവ് ബാനൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോദിയായിട്ട് നിങ്ങളൊന്ന് ഇരിക്കണം, നിങ്ങൾ മോദിയായിട്ടൊന്ന് സംസാരിക്കണം. 2019 മരിക്കുന്ന ആ വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. മോദി ആ സെക്കൻഡ് ഇലക്ഷൻ ജയിച്ച സമയമില്ലേ, അപ്പോൾ പറഞ്ഞിട്ടുണ്ട് മോദി ഈസ് ഓൺ ബോർഡ്, യു ഷുഡ് ഹാവ് എ വേർഡ് വിത്ത് ഹിം, അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ മീറ്റിംഗ് വിത്ത് ഹിം എന്ന് എപ്സ്റ്റീൻ സ്റ്റീവ് ബാനൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോദി ഈസ് ഓൺ ബോർഡ് ഫോർ വാട്ട്? എന്തെങ്കിലും ഡീലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇനി അതല്ല, മെയിൻ വേറൊരാളാണ് ഏറ്റവും കൂടുതൽ മീറ്റിംഗ് എടുത്തിരിക്കുന്നത് ഇവരുമായിട്ട്, നമ്മുടെ എപ്സ്റ്റീനുമായിട്ട്. ഹർദീപ് സിംഗ് പുരി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. ഇപ്പോഴത്തെ കറൻ്റ്ലി പെട്രോളിയം മിനിസ്റ്ററായിരുന്നു. പുള്ളി പണ്ട് ന്യൂയോർക്കിൽ എന്തോ ഒരു ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതുപോലെ ജൂനിയർ മിനിസ്റ്ററായിരുന്നു. ആദ്യം ഈ ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസിൻ്റെയും സ്റ്റേറ്റ് ഏവിയേഷൻ്റെയും ജൂനിയർ മിനിസ്റ്ററായിരുന്നു ഈ 2017 ആ ഒരു സമയത്ത്. 2014 തൊട്ട് 17 വരെ 5 തവണ ജെഫ്രി എപ്സ്റ്റീനായിട്ട് ഈ ഹർദീപ് സിംഗ് പുരി, ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ, മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജിയോ പൊളിറ്റിക്സ്, ഡിപ്ലോമാറ്റിക് ഈ ചർച്ചകളും ഈ മറ്റേ സംഭവം, ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഈ എപ്സ്റ്റീനുമായിട്ട് നല്ല കണക്ഷനാണ്. എപ്സ്റ്റീൻ ആരാണ്? പെഡോഫൈല്, സെക്സ് ട്രാഫിക്കിംഗ് റിങ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ. നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഇയാൾ ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറേ ആൾക്കാരിനെ ഇയാളുടെ പോക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ നിങ്ങൾ ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരു സ്റ്റോറി എഴുതുകയാണ്, ഇതൊന്നും ഉള്ളതല്ല, അലിജിഡ്ലി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വെറുതെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയാം. ഇപ്പോൾ നമുക്ക് കുറേ ഓയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, റഷ്യയിൽ നിന്ന് ഓയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എപ്സ്റ്റീൻ മരിച്ചു, പക്ഷെ എന്നാലും അന്ന് ഉണ്ടാക്കിയ ആ കണക്ഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഓയിൽ കിട്ടുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഓയിൽ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണക്റ്റിങ്, ഇങ്ങനെ വെറുതെ കോൺസ്പിറസി എന്നുള്ള പേരിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാം. പക്ഷേ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളൂ. നമ്മൾ പൊട്ടന്മാരിങ്ങനെ മറ്റേ ബിഗ് ബോസിൽ ആര് പുറത്താക്കി, ആര് വന്നു, ഈ ആരാണ് മറ്റേ അഭിനയിച്ചത്, അതാണ് ഇതാണ്, റൊണാൾഡോ ആണോ മെസ്സി ആണോ വലുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തല്ലുകൂടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. നമുക്ക്
അറിയുന്നത് ഇങ്ങനെ ഇപ്പോൾ ഈ മെയിൽ ലീക്കായപ്പോൾ, ഈ മെയിലൊന്നും ഒന്നുമില്ല, അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് ലീക്ക് ആക്കിയിരിക്കുന്നത്. ആ ഇല്ലാത്ത മെയിലേ ഇത്രയും സാധനങ്ങളുണ്ട്. മോദീസ് ഓൺ ബോർഡ് എന്നാണ് പറയുന്നത്. എന്ത് ബോർഡാണെന്ന് പിടിയില്ല. അതാണ് സംഭവം. ഇനി വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പീറ്റർ തീലിൻ്റെ കാര്യം, പീറ്റർ തീലുമായിട്ട് മീറ്റിംഗ് ഉണ്ട്, ഇലോൺ മസ്കായിട്ട് മീറ്റിംഗ് ഉണ്ട്. ഇലോൺ മസ്കിൻ്റെ മുന്നത്തെ ഒരു സാധനമുണ്ട്, അതായത് ഇലോൺ മസ്കിനെ ഐലൻഡിലേക്ക് വരുമോ, ഹീസ് ഈസി കമ്മിങ് ഓൺ ടു ദ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ കോൺവെർസേഷൻ ഇതിന് മുന്നേ കുറച്ച് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു ലോകമാണ്. അത് ഈ പേപ്പാൽ മാഫിയയെ ഒരു ഡീപ് സ്റ്റേറ്റ് പോലെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാലന്റിയറും പീറ്റർ തീലും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഇതുണ്ട്, ഇവരും ഉണ്ട്. ഭയങ്കര ഇതൊക്കെയാണ് ഈ ഡീപ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവർക്ക് തോന്നിയ സംഭവം, ഇവർക്ക് ഇഷ്ടമുള്ളത് ഏത് രാജ്യത്ത് വേണമെങ്കിൽ ഇവർക്ക് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, ഇത് വലിയ കാര്യമൊന്നുമില്ല, ലാരി സമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഈ ട്രഷറി സെക്രട്ടറി ആയിരുന്നു ഇയാൾ 2001 ആ കാലഘട്ടത്തിൽ. ഓക്കെ, നമ്മുടെ 9/11 നടക്കുമ്പോൾ. അപ്പോൾ 2001 തൊട്ട് 2006 വരെ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻറ്റും കൂടിയാണ്. 7 കൊല്ലം പ്രസിഡൻ്റ് ആയിരുന്നു ഇയാളിപ്പോൾ. ഓപ്പൺ എഐൻ്റെ ബോർഡ് മെമ്പറാണ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഏതോ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ കൂടിയാണ്. ഇയാളുടെ ഓപ്പൺ എഐൻ്റെ ബോർഡ് മെമ്പറിന്ന് ഇയാളിനെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ഇയാളുടെ മാഷിപ്പണി, അതും പ്രൊഫസറായിട്ടുള്ള ജോലിയും ഇപ്പോൾ പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്, ഇയാൾ കാഷ്വലായിട്ട്, ഇയാളൊരു പ്രൊഫസറാണ്. അപ്പോൾ ഇയാളുടെ അണ്ടറിൽ ഏതോ ഒരു ഇൻറ്റേണോ അങ്ങനെ ഏതോ ഒരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ പെൺകുട്ടീനെ എങ്ങനെ വളയ്ക്കാം, അല്ലെങ്കിൽ പെൺകുട്ടീനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ ആരോടാ ചോദിക്കുന്നത്? എപ്സ്റ്റീൻ്റെ അടുത്ത്. എപ്സ്റ്റീൻ ജോക്കിങ്ങിലാണോന്ന് അറിയില്ല. ആം ഐ എ ഗുഡ് വിങ് മാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ നല്ലൊരു വിങ് മാൻ അല്ലേ എന്ന് എപ്സ്റ്റീൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാരി സമ്മേഴ്സ് പറഞ്ഞു, അതെ നല്ല വിങ് മാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുക. അബ്യൂസ് ഓഫ് പവർ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ബോസിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ വർക്ക് ചെയ്യുന്ന ആളായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ഒരു അബ്യൂസ് ഓഫ് പവർ അല്ലേ. അപ്പം അത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇയാളുടെ ജോലിയും ഇയാളുടെ ബോർഡ് മെമ്പർ സീറ്റൊക്കെ പോയിരിക്കുന്നത്. വലിയ എക്കണോമിസ്റ്റൊക്കെയാണ്. എപ്സ്റ്റീനുമായിട്ടാണ് മെയിൻ കണക്ഷൻ. ഒരുപാട് മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഇങ്ങനത്തെ വിങ്മാൻ്റെ കാര്യവും ഈ പെണ്ണിനെ എങ്ങനെ വളയ്ക്കുക എന്നുള്ള കാര്യമൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കുന്നത്. ഇയാൾക്ക് ഭാര്യയും ഇതൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഡെയിലി ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ അലിജിഡ്ലി ആണ്. ഇവരൊക്കെ പോയി പെൺപിള്ളേരിനെയൊക്കെ പീഡിപ്പിച്ചു എന്നൊന്നല്ല പറയുന്നത്. ഇവരൊക്കെ ഈ പെൺപിള്ളേരെ പീഡിപ്പിച്ച ആളുമായിട്ട് സംസാരിച്ചു. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഈ ഹർദീപ് സിംഗ് പുരിൻ്റെ അടുത്തൊക്കെ ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് ഇയാളെ പോയി കണ്ടത്? ഇത്രയും സെക്സ് ട്രാഫിക് ചെയ്യുന്ന ആളിനെ നിങ്ങൾ എന്തിനു പോയി കണ്ടു എന്നൊക്കെ ചോദിക്കണം. ആര് ചോദിക്കും? അതാണ് അതിൻ്റെ കാര്യം. അതാണ് ഇവർക്ക് എന്ത് ചെയ്യുക. ഇവർക്ക് ദേ ആർ ലൈക്ക് ഗോഡ്സ്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറഞ്ഞാൽ നമ്മൾ മോശക്കാരി. പൈസക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം, പൈസക്കാർക്ക് അവർക്ക് ചൈൽഡ് സെക്സ് ട്രാഫിക് ചെയ്യുക, അവർക്ക് ഐലൻഡ് ഉണ്ടാക്കുക. ഈ ഐലൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിനാണ്. അതായത് ഈ ഐലൻഡ് ആകുമ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണല്ലോ. അപ്പോൾ അവിടെ ആരും ചോദിക്കാനും പറയണം പോലീസും ഇതൊന്നും ഇല്ലല്ലോ. ഒരു ഐലൻഡ് ഉണ്ടാക്കി തോന്നിയ ദിവസം ചെയ്യാം. ഫക്ഡപ്പാണ് ഇവിടുത്തെ കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. ഇമെയിൽസിലെ കാര്യം കഴിഞ്ഞു. ഡിസംബർ 19 ഒരു വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഒരു കോപ്പം വരാൻ പോകില്ല എന്നറിയാം. വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. ഓക്കെ.